ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക സംവാദ പരിപാടി ദൃശ്യ പോരാട്ടം 2025 ഇന്ന് എത്തി നിൽക്കുന്നത് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിലാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളെയും ഇവിടെ എത്തിയിരിക്കുന്ന പൊതുജനങ്ങളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രാജമ്മ രവീന്ദ്രൻ. പ്രതിപക്ഷ പ്രതിനിധിയും വാർഡ് മെമ്പറുമായ ജോ ജോസഫ്, ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം. UDF പ്രതിനിധി ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ റോയി നെച്ചുകാട്ട്, സ്നേഹത്തോടെ സ്വാഗതം. LDF പ്രതിനിധിയായ LDF കൺവീനർ അജി കാരുവാക്കൽ, സ്നേഹത്തോടെ സ്വാഗതം. അടുത്തായി സ്വാഗതം ചെയ്യുന്നു BJP മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KC മോഹൻദാസ്, സ്വാഗതം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ഇവിടെ തുടക്കം കുറിക്കുകയാണ് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽ. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും എന്തൊക്കെ വികസനങ്ങൾ നടത്താമായിരുന്നു അല്ലെങ്കിൽ നടത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം സമഗ്രമായി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ആദ്യമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിലേക്കാണ്. 5 വർഷത്തോട് അടുക്കുന്നു. പ്രകടന പത്രികയിൽ നിങ്ങൾ നൽകിയ എത്രത്തോളം കാര്യങ്ങൾ ഇവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു? ഈ 5 വർഷം കൊണ്ട് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്? ബഹുമാന്യരായരെ, നമുക്കറിയാം നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2500 പരം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഏകദേശം 1 വർഷം ആകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇവിടെ വെറ്റിനറി ഹോസ്പിറ്റൽ, അതോടൊപ്പം തന്നെ PHSCയുടെ കെട്ടിടം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൊതുവെ ചർച്ചയിലായിട്ട് വരുന്നത്. ഏകദേശം 2022 തോന്നുന്നു PHSCയുടെ കെട്ടിടത്തിന് 134 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് ഹെൽത്ത് ഗ്രാൻഡ് അനുവദിച്ചെന്നുള്ള ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ രേഖാമൂലം ഒരു ഓർഡറല്ല, അനുവദിച്ചു എന്നുള്ള ഒരു രേഖ മാത്രം നമുക്ക് ലഭിക്കുകയുണ്ടായി. പക്ഷേ ആ സമയത്ത് 1 ഏക്കർ സ്ഥലം കെട്ടിടം പണിയുന്നതിന് വേണം എന്നുള്ളത് കൊണ്ട് ആ സമയത്തുള്ള ആലോചനയിൽ അങ്ങനെ 1 ഏക്കർ സ്ഥലം അടിയന്തരമായി ലഭിക്കത്തക്ക ഒരു സാഹചര്യമില്ലായിരുന്നതിനാൽ എങ്ങനെയോ കഴിഞ്ഞ നവംബറിന് ശേഷം ആ ഒരു എമൗണ്ടിന് വേണ്ടി നമ്മൾ വീണ്ടും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും ഹെൽത്ത് ഗ്രാൻഡ് അനുവദിച്ചിട്ടുള്ളതേ ഉള്ളൂ, ഒരു ഓർഡർ ഇല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ അപേക്ഷിച്ച് നമുക്കിത് ഈ സ്ഥലത്ത് തന്നെ പണിയണം, വേറെ സ്ഥലം നമുക്ക് കണ്ടെത്താനില്ല എന്നുള്ളൊരു സാഹചര്യം അറിയിച്ചതിന് പ്രകാരം നമുക്ക് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഒരു 35 ലക്ഷം രൂപ ഹെൽത്ത് ഗ്രാൻഡ് അനുവദിച്ചതായിട്ടൊരു ഓർഡർ വന്നിട്ടുണ്ട്. അതിൻ്റെ പരമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ PHSCയുടെ ഇപ്പം നിലവിലിരിക്കുന്ന സ്ഥലത്ത് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അത് നമ്മൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് തലത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൊളിക്കുന്നതിനുള്ള ഒരു അനുമതിക്ക് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗവൺമെൻറ് PHSC നെടുങ്കുന്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ 5 വർഷം കൊണ്ട്? പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഒന്നാമത് വെറ്റിനറി ഹോസ്പിറ്റലായിരുന്നു നമ്മൾ ചെയ്യേണ്ടതായിട്ടിരുന്നത്. വെറ്റിനറി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം 1 കോടി രൂപയ്ക്ക് ഒരു എസ്റ്റിമേറ്റ് ആദ്യം എടുത്തു പോയെങ്കിലും 2023 ആ 1 കോടി രൂപ ഇല്ല എന്നുള്ളൊരു സാഹചര്യം വന്നുകൊണ്ട് വീണ്ടും നമ്മൾ 50 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് 2023 ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ എസ്റ്റിമേറ്റ് PWD എടുത്തു പോയതല്ലാതെ ഇതുവരെ ആ പണം ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രവർത്തനവും നമുക്ക് പൂർണ്ണഗതിയിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നടത്തിയതെന്ന് പറഞ്ഞാൽ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര വീടുകൾ വെച്ച് നൽകാൻ സാധിച്ചിട്ടുണ്ട്? 231 വീടുകളാണ് നമ്മൾ എഗ്രിമെൻ്റ് വെച്ചത്. പക്ഷേ പൂർത്തീകരിച്ചത് ഏകദേശം ഒരു
ഓക്കെ, പൂർത്തീകരിച്ചത് എത്രയാണ് പൂർത്തീകരിച്ചത്? ഓക്കെ, നമുക്ക് വരാം കേട്ടോ. പ്രസിഡന്റ് പറയൂ. ഓക്കെ, 2022 ശേഷം പൂർത്തീകരിച്ചതെന്ന് പറയുന്നത് 50 എണ്ണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഓക്കെ. അടുത്തായി ലൈഫ് പദ്ധതി മനോഹരമായിട്ട് നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നടക്കുന്നുണ്ട്. ഓക്കെ, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു? കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ 26ഓളം ജലനിധി പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ 13 കുടിവെള്ള പദ്ധതികളുമുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ കുടിവെള്ള പദ്ധതികൾ പോകുന്നുണ്ട്. അത് നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒരു 10 വർഷത്തിന് മുമ്പ് നെടുങ്കുന്ന ഗ്രാമപഞ്ചായത്തിൽ ഈ ഫെബ്രുവരി മാർച്ച് ആ സമയമാകുമ്പോഴത്തേക്കും വാട്ടർ ടാങ്ക് വെള്ളം ഈ ലോറിയിൽ ഇങ്ങനെ പോകുന്ന ഒരു പക്ഷേ ഒരു 10 വർഷമായപ്പോഴത്തേക്കും ഈ ജലനിധി പദ്ധതി വന്നതോടുകൂടി അതിൽ നിന്ന് വളരെ ഒരു മാറ്റം ഉണ്ടായി. ഏകദേശം ഒരു 90% വീടുകളിൽ വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ ഒരു നേട്ടമായിട്ട് തന്നെ കാണുകയാണ് ഈ സമയത്ത്. റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? റോഡിന്റെ വികസനവുമായിട്ട് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ, അതുപോലെ തന്നെ ഓൺ ഫണ്ട്, പ്ലാൻ ഫണ്ടും മുഴുവൻ 100% നമ്മൾ വിനിയോഗിച്ച് തന്നെ എല്ലാ വാർഡിൽ റോഡിൻ്റെ പ്രവർത്തനം, അത് നമ്മൾ വാർഡിൽ റോഡിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്നത് തന്നെ എല്ലാ വാർഡിലും ഒരുപോലെയാണ്. അല്ലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നുള്ള ഒരു താരതമ്യം ഇല്ലാതെ തന്നെ എല്ലാ വാർഡിലും ഫണ്ട് വിനിയോഗം ഒരുപോലെ തന്നെ ഫണ്ട് വിനിയോഗിച്ചാണ് എല്ലാ വാർഡിലും റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താറുള്ളത്. ഓക്കെ, പ്രതിപക്ഷത്തിൻ്റെ നേതാവിലേക്ക് വരികയാണ്, പ്രതിപക്ഷ അംഗത്തിലേക്ക് വരികയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടു. വെറ്റിനറി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും ഒക്കെ കുറേ ഫണ്ട് ലഭിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് സാധിച്ചില്ല. നിങ്ങൾ എത്രത്തോളം സംതൃപ്തരാണ് ഈ ഭരണത്തിൽ? ആദ്യമേ തന്നെ ഒരു ചെറിയ തിരുത്തുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചത് ഏതാണ്ട് 2500 ജനസംഖ്യയാണ് പറഞ്ഞത്. 2011 നമ്മുടെ സർവേ പ്രകാരം ഏതാണ്ട് 21,000-ലധികം ജനങ്ങൾ പാർക്കുന്ന ഒരു പ്രദേശമാണ് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് 25,000-ലധികം ആളുകൾ ഈ നെടുങ്കുന്നം പ്രദേശത്തെ ജനസംഖ്യയായിട്ടുണ്ട്. അപ്പം അത് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു. ആ ആളുകളുടെ ക്ഷേമം ലക്ഷ്യമാക്കി ആണ് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും സമഗ്ര മേഖലകളിലും ഒരു പരാജയപ്പെട്ട ഒരു പഞ്ചായത്തിനെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് ഏതാണ്ട് 25 വർഷക്കാലത്തിലധികമായിട്ട് UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. കോൺഗ്രസ് നേതൃത്വം നൽകി UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് അല്ലേ? കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തെ UDF ഭരിക്കുന്ന ഏക പഞ്ചായത്താണ്. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏക പഞ്ചായത്താണ് ഈ പറഞ്ഞ നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ മറ്റ് പഞ്ചായത്തുകൾ എടുത്ത് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ താരതമ്യപ്പെടുമ്പോൾ നൂതനമായ ഒരു പദ്ധതികൾ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. ഒരു പദ്ധതിയും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തായിട്ട് മാറുന്നു എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം എടുത്തെടുത്ത് അവതാരകൻ ചോദിച്ചു എന്തെങ്കിലും പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പല പദ്ധതികൾക്ക് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതല്ലാതെ ഒരു പദ്ധതിയും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് അവിടുന്ന് സമ്മതിക്കു വേണ്ടി. അതുകൊണ്ട് ഇനിയുള്ള വാക്കുകൾ എത്ര കടോൽക്കടമാണെങ്കിലും ശരി, ഒരു പദ്ധതിയും പൂർത്തീകരിച്ചിട്ടില്ല എന്നിടത്തുനിന്ന് തന്നെ തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും തൃപ്തരല്ല എന്നുള്ളത് മാത്രമല്ല, ലൈഫ് ഭവന പദ്ധതിയുമായിട്ട് ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി. ഏതാണ്ട് 235ഓളം ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം നമ്മൾ വീട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. സർക്കാർ നിഷ്കർഷിക്കുന്ന നിശ്ചിത ശതമാനം തുക മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് മാറ്റിവെക്കുന്നത്. ഈ രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണം. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഓരോ വർഷവും പഞ്ചായത്ത് നീക്കി വെക്കുന്നതിൻ്റെ ഇരട്ടി തുക വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും നൽകുന്നുണ്ട്, ഒരു രാഷ്ട്രീയവും നോക്കാതെ എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ടും പഞ്ചായത്ത് ഈ വർഷം വെച്ചിരിക്കും വെറും 9 ലക്ഷം രൂപയെ മാത്രമാണ് 235 ഏതാണ്ട് 100ഓളം വീടുകൾ പൂർത്തീകരിക്കാനുണ്ടെന്നാണ് പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചു. ആ 100ഓളം വീടുകൾ 4 ലക്ഷം രൂപ വെച്ച് എത്ര തുകയാവും? അപ്പോൾ വെറും 9 ലക്ഷം രൂപ മാത്രമാണ് ഈ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി, പാവങ്ങൾക്ക് വീട് വെക്കുക എന്ന വലിയ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 235 വീടുകൾ പൂർത്തീകരിക്കാതെ പോയത്. പല വീടുകളുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും വീടുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചത്. സർക്കാർ നിർബന്ധമായി നിഷ്കർഷിക്കുന്ന തുക മാത്രമാണ് ഇത്ര ശതമാനം നീക്കി വെക്കണമെന്ന് പഞ്ചായത്തുകളോട് പറയും. സാധാരണ പഞ്ചായത്തുകൾ അതിൽ കൂടുതൽ തുക
മാറ്റി വെച്ചുകൊണ്ട്, അതായത് ഇവിടെ അത്യാവശ്യം ഏതാണ്ട് 1 കോടി രൂപ അടുത്ത് ഓൺ ഫണ്ട്, അതായത് തനത് ഫണ്ടുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ തനത് ഫണ്ടിൽ നിന്നും കുറച്ച് തുക നീക്കിയിരുത്തിക്കൊണ്ട് ലൈഫ് ഭവനത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അത് ഏറ്റവും വലിയ പരാജയമായി ഈ പഞ്ചായത്തിനെ കാണുക. അതുപോലെ തന്നെ PHSയുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള മിക്ക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. എന്നാൽ ഒരു മാറ്റവുമില്ലാതെ ഏതാണ്ട് 200ഓളം രോഗികൾ എല്ലാ ദിവസവും വന്നു പോകുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന്. പഴയ പഞ്ചായത്തിൻ്റെ കെട്ടിടം ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത്, 1.5 കോടി രൂപ നമുക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് വന്നിട്ട് അതിൻ്റെ മേലെ ഒരു നടപടിയും എടുക്കാതെ ഈ അടയിരിക്കുന്ന പോലെ അടയിരുന്നിട്ട് അവസാനം ആ ഫണ്ട് കഴിഞ്ഞ മാർച്ച് കൊണ്ട് ലാപ്സായി പോകുന്നു. എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത്. നമുക്ക് അതിലേക്ക് വരാം. ഇനി നമ്മൾ BJP പ്രതിനിധിയിലേക്ക് ഇവിടെ പ്രാഥമിക ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഈ പ്രസിഡന്റ് പറയുന്നത് പ്രസിഡന്റിന്റെ വാർഡിൽ അല്ലെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. LDF പ്രതിനിധി പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നാണ്. 2 വാർഡുകളാണ് BJP ഭരിക്കുന്നത് അല്ലേ? 2 വാർഡുകൾ BJPക്കുണ്ട്. BJPയുടെ ഒരു നിലപാട് എന്താണ്? ഈ ഭരണത്തിൽ എന്താണ് BJPയുടെ കാഴ്ചപ്പാട്? എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറ്റിയിരിക്കുന്ന പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് കക്ഷികൾ തമ്മിലുള്ള കിടമത്സരം. UDF ഭരിക്കുന്നു, പിന്നെ സംസ്ഥാനം LDF ഭരിക്കുന്നു. അവർ തമ്മിലുള്ള ആ കിടമത്സരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത്. ശരിക്ക് ഫണ്ട് അനുവദിക്കുന്നതിനും ഇപ്പം ഞങ്ങളുടെ 2 മെമ്പർമാരാണ് ഈ പഞ്ചായത്തിലുള്ളത്. നമുക്ക് MLAയുടെ ഫണ്ട് കിട്ടുന്നില്ല, നമ്മുടെ പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല. അവിടെ ആ ഫണ്ട് അനുവദിക്കുന്നതിനകത്തെല്ലാം ഈ വക ഈ ചാതുർവർണ്ണയം എന്ന് പറയുന്ന ഒരു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സ്പർദ്ധ നിലനിൽക്കുന്നതാണ്. വികസനം എന്നുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ള പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ കക്ഷികൾ ആ ഭിന്നത മാറ്റിവെച്ച് പദ്ധതികൾ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള വീഴ്ചയാണ് ഇവിടെ പറഞ്ഞത്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP ഭരിക്കുന്ന വാർഡുകളിൽ ഫണ്ടുകൾ കിട്ടുന്നുണ്ടോ? അങ്ങനെ BJPക്ക് ഫണ്ടുകൾ കിട്ടുന്നുണ്ടോ നിങ്ങളുടെ വാർഡുകളിൽ? ഞങ്ങളുടെ വാർഡിൽ കിട്ടിയിട്ടുള്ള ഫണ്ടുകളെല്ലാം നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. അത് പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ MLAയുടെ ഫണ്ട് നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മുടെ MLA അല്ല. ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് മെമ്പർമാരില്ല. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളുടെ മെമ്പർമാർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾക്ക് ഈ അല്ലാതെ കിട്ടുന്ന ഫണ്ടുകൾ മാത്രമേ നമ്മുടെ ആയുർവേദ ആശുപത്രി എവിടെ സ്ഥിതി ചെയ്യുന്നത്? ആയുർവേദ ആശുപത്രി നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ BJP ഭരിക്കുന്ന വാർഡിൽ ആയുർവേദ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ആയുർവേദ ആശുപത്രി 1,65,00,000 രൂപ സംബന്ധിച്ച് പണി തീർന്നു. അതിനൊരു മറുപടി അത് എന്ന് പറയുന്നത് അത് ശരിക്കും അതിർത്തിലൂടായതുകൊണ്ട് പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ വാർഡ് തൊട്ടപ്പുറമുണ്ട്, അതുകൊണ്ട് കിട്ടിയതാണ്. അല്ലാതെ മറ്റേ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കിട്ടിയില്ല എന്ന് പറഞ്ഞത് നമുക്ക് അത് ആ വാർഡിലാണെന്ന് മനസ്സിലാക്കണമെന്നുള്ള നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിലേക്ക് വരാം. ഈ ഭരണത്തിൽ എന്തുമാത്രം സംതൃപ്തനാണ്? ഈ ഭരണത്തിൽ 50% സംതൃപ്തനാണ്. 50% സംതൃപ്തി ഇല്ല. ഓക്കെ, നമ്മൾ UDF പ്രതിനിധിയിലേക്ക് തന്നെ വരികയാണ്. LDF പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ടുകൾ മാത്രമാണ് ഇവിടെ കൃത്യമായി വിനിയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്ക് ലഭിച്ച 1 കോടിയിൽ പരം രൂപ അതിന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു വീഴ്ച തന്നെയല്ലേ? ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ ജോസഫ് പറഞ്ഞതുപോലെ ലൈഫ് മിഷനിൽ വന്ന വീടുകളുടെ എണ്ണം 235 അല്ല. അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഇടുന്ന ഞാനും കണ്ടായിരുന്നു. 2019 അവസാനമായി ലൈഫ് മിഷനിലേക്ക് കേരള ഗവൺമെൻറ് അപേക്ഷ സ്വീകരിച്ചത്. ആ അപേക്ഷ പ്രകാരം 99 അപേക്ഷയാണ് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടുള്ളത്. ജനറൽ 34 എണ്ണമാണ് SC വിഭാഗത്തിൽ വന്നിട്ടുള്ളത്. ഇതാണ് യാഥാർത്ഥ്യമായ കണക്ക്. അതിൽ ഈ 99ൻ്റെ അകത്ത് 50 പേർക്കുള്ള 4 ലക്ഷം രൂപ വീതമുള്ളതും അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 15,000 രൂപ കക്കൂസിന് വേണ്ടിയുള്ള ഫണ്ടും അതുപോലെ തന്നെ 15,000 രൂപ തൊഴിലുറപ്പിൻ്റെ കൂട്ടി 4,30,000 രൂപയും 50 വീടുകൾ കൊടുത്തിട്ടുണ്ട്. 49 വീട് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് പൂർത്തീകരിക്കുന്നതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ SCയുടേത് 34 വീടും പൈസ കൊടുത്തിരിക്കുകയാണ്. 34 വീടും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതാണ് ഈ ലൈഫുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യമായ കണക്ക്. ഈ കണക്ക് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഏവർക്കും ഒന്ന് പരിശോധിക്കാവുന്നതാണ്. ഇനി അടുത്തത് കേരള ഗവൺമെൻറ്റിൻ്റെതാണ് ലൈഫ് മിഷൻ എന്നാണ് എൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞത്. കേരള ഗവൺമെൻറ് തരുന്നത് പണം എത്രയാണെന്ന് ചോദിച്ചാൽ 1 ലക്ഷം രൂപയാണ്.
ബാക്കി 3 ലക്ഷം രൂപ കൊടുക്കുന്നത് നെടുകുന്നം ഗ്രാമപഞ്ചായത്താണ്. ഇനി എവിടുന്നാണ് കൊടുത്തെന്ന് പറഞ്ഞുണ്ട്. അദ്ദേഹം പറഞ്ഞ് സമ്മതിച്ച് ഞങ്ങൾ തെണ്ട് കാണാൻ ബ്ലോക്കിൽ നിന്നും ജില്ലയിൽ നിന്നും തെണ്ടി വാങ്ങിച്ചതാണ് ഞങ്ങളിത്. അല്ലാതെ ഞങ്ങൾക്ക് ഔദാര്യം തന്നല്ല. ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾ തെണ്ടി വാങ്ങിച്ച പൈസയാണ് ബാക്കി 2-3 പൈസകൾ. ഇനിയും 1 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്ത ഇനി കേൾക്കണം, ഇനിയും ബാക്കിയുണ്ട്. നമ്മൾ ഈ വായ്പ ഇത് കൊടുക്കുന്ന വായ്പ എടുത്താണ്. ഫിനാൻസ് എൻ്റർപ്രൈസസിന് വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പ തിരിച്ചടയ്ക്കുന്ന നെടുകുന്നം ഗ്രാമപഞ്ചായത്താണ്, അല്ലാതെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അല്ല. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തും പണം തന്നതിനെ ഞങ്ങൾ എന്നും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നാളുകളിൽ അവിടെയൊക്കെ സഹകരണം ഉണ്ടാവണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ ഇവിടുത്തെ പൊതുജനം തയ്യാറാകണം എന്ന് മാത്രമാണ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, LDF പ്രതിനിധിയോടാണ്. ആരോഗ്യ മേഖലയിൽ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി 1 കോടിയോളം രൂപ അനുവദിക്കുന്നു. എന്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല? ആദ്യം തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തുടർച്ചയായ 22 വർഷം അധികാരം കൈയാളുന്ന UDF ആണ് ഈ നാടിൻ്റെ വികസന പ്രവർത്തനത്തെ പുറകോട്ടടിച്ചത് എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും അറിയാം. നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം പരിശോധിക്കുമ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രമല്ല, MLA ഫണ്ടും കേന്ദ്രാവിഷ്കൃത പദ്ധതി വീതിൽ കിട്ടുന്ന ഫണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാൻഡായി ലഭിക്കുന്ന ഫണ്ടുമൊക്കെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വിനിയോഗിക്കുന്നത്. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു. ഏതാണ്ട് 2000-2005 കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. ആ കാലഘട്ടത്തിൽ UDFൻ്റെ ഈ പഞ്ചായത്തിൻ്റെ അധികാരം കുറഞ്ഞ കാലങ്ങളിൽ എത്തുകയുണ്ടായി. അത് ഈ ഗ്രാമപഞ്ചായത്ത് ജയിച്ചു വന്ന ഏക BJP MLAയുടെ പിന്തുണയോടുകൂടിയായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളായിരുന്നു. ഏക മെമ്പറുടെ പിന്തുണയോടുകൂടിയാണ്. അദ്ദേഹം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു. ആ വൈസ് പ്രസിഡൻ്റ് ആകുവാൻ വേണ്ടി ഈ കോൺഗ്രസിൻ്റെ ബാക്കി മുഴുവൻ മെമ്പർമാരും കൈയടിച്ച് സഹായിച്ചാണ് അന്ന് അദ്ദേഹം വൈസ് പ്രസിഡൻറ്റുമായത്. ആ സഖ്യം ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ CPIMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മെമ്പർ സാജൻ ചീരമറ്റം, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മുളയമ്പേലി പ്രദേശത്ത് ഈ ആരോഗ്യരംഗത്തെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും ആ പ്രദേശത്ത് രോഗികൾക്ക് ഇങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അവിടെ ഏതാണ്ട് 1 ഏക്കറോളം സ്ഥലം സംഘടിപ്പിക്കുകയുണ്ടായി. അവിടെ ഇപ്പോൾ ഏതാണ്ട് 50 ലക്ഷം രൂപ മുടക്കി ജില്ലാ പഞ്ചായത്ത് ഒരു കെട്ടിടം പണിത് വെച്ചിട്ട്, ഇതിനു മുമ്പുള്ള UDF മെമ്പറാണ്, ഇപ്പോൾ ഏതാണ്ട് 5 വർഷത്തിലേറെയായി അവിടെ പട്ടി കയറി കിടക്കുകയാണ്. നിങ്ങൾക്ക് ചെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടുത്തെ ഹെൽത്ത് സെൻ്റർ ഇരിക്കുന്നത് അതിനു മുമ്പിരുന്ന ഞങ്ങളിരുന്ന കാലഘട്ടത്തിലെ പഞ്ചായത്ത് ഓഫീസായിരുന്നു. ആ ഓഫീസ് ഞങ്ങളിരുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്ന പഞ്ചായത്തിൻ്റെ പണി ആരംഭിച്ചതും പൂർത്തീകരിച്ചതും. ശ്രീ AK ബാബു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴാണ് അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചത്. ആ പഴയ കെട്ടിടത്തിലാണ് ഇപ്പോൾ ആരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ MLA ഈ പറയുന്ന ഫണ്ട് അനുവദിച്ചു. 1 ഏക്കർ സ്ഥലം സംഘടിപ്പിക്കണമെന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേ 1 ഏക്കർ സംഘടിപ്പിക്കാനായിട്ട് നേതൃത്വപരമായി ഇതിന് പങ്കുവഹിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഓരോ വർഷം ഓരോ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അതങ്ങനെ ഒരു വിചിത്രമായ സാഹചര്യം ഒരുങ്ങുന്ന ഒരു പഞ്ചായത്താണ് നെടുകുന്നം. അവർക്ക് കസേരയാണ് ആവശ്യം. ഓരോ വർഷവും പിരിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് അഭിമുഖീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ എത്തണം എന്ന് മാത്രമാണ് അവരുടെ ദൗത്യം. അതുകൊണ്ട് തന്നെ വികസന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാറേ ഇല്ല. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രാവശ്യവും അവർ വിജയിച്ച് വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ആ വികസനത്തിന് പ്രസിഡന്റിലേക്ക് വരികയാണ്. എല്ലാ വർഷവും ഓരോ പ്രസിഡന്റ് എന്ന് പറയുന്നു. ആ ഒരു പ്രശ്നം തന്നെയാണോ ഈ ആരോഗ്യ മേഖലയിൽ പണം കിട്ടിയിട്ടും അല്ലെങ്കിൽ പണം അനുവദിച്ചിട്ടും സ്ഥലം കണ്ടെത്താൻ സാധിക്കാത്തതും അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തതും? ഒരിക്കലും അല്ല. ഓക്കെ, ഓരോ വർഷവും ഓരോ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ വരുമ്പം നമ്മൾ ജീവനക്കാരും മാറുന്നില്ല, പദ്ധതികൾ ഒന്നും മാറുന്നില്ല. ഒരാൾ ഭരണത്തിൽ വരുന്നു, അവർ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു വർഷം ഓരോ പ്രസിഡൻ്റായെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വികസന പ്രവർത്തനത്തിൽ ഒരു മുരടിപ്പും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഭരണമാറ്റം നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഭരണം എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാലതാമസങ്ങളുണ്ട്. ആ കാലതാമസങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലേ? ഒരിക്കലും അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകും. നമ്മൾ ഒരു പദ്ധതിയായി വെച്ച് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങുമ്പോഴായിരിക്കും ഇലക്ഷൻ വരുന്നത്. അത് അടുത്ത ആൾ വന്നുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ളതാണ്.
അല്ല അടുത്ത ആൾ വന്നതിന് ശേഷം പദ്ധതിയാകുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ ഒരു പ്രസിഡന്റ് പുതിയതായിട്ട് ഓരോ വർഷവും വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ഭരണത്തിന് ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല. പിന്നെ PHSCയുടെ കാര്യങ്ങൾ പറഞ്ഞ് 1 കോടി രൂപ അനുവദിച്ചു. 134 ലക്ഷം രൂപയാണ് അന്ന് അനുവദിച്ചെന്ന് പറഞ്ഞ് അതൊരു പേപ്പറിൽ മാത്രം ഒരു ഓർഡറായിട്ട് വന്നില്ല. നമുക്കൊരു ഗവൺമെൻറ് ഓർഡർ വരുമ്പോൾ തന്നെ GO വേണം. അതിൻ്റെ അടുത്ത പ്രൊസീജിയർ നടക്കണമെങ്കിൽ ഒരു ഗവൺമെൻറ് ഓർഡറായിട്ട് നമുക്ക് വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഗവൺമെന്റ് ഓർഡറിലേക്ക് എത്താൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അന്ന് നമുക്ക് ഒരു ഏക്കർ സ്ഥലം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ 2020 തോന്നുന്നു ആദ്യം ഞാൻ ജനപ്രതിനിധിയാകുന്ന സമയത്ത് ഒരു സർവകക്ഷി യോഗം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂടെ കൂട്ടി ഒരു സർവകക്ഷി യോഗം വിളിച്ച് അപ്പം നമുക്ക് സ്ഥലത്തിന് വേണ്ടി ഒരു ഫണ്ട് ശേഖരണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ചില രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തന്നെ അതിനെ വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് ആ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത്. അത് പറഞ്ഞ ആൾക്കാർ ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഇരിപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ പ്രവർത്തനം നടക്കാതിരിക്കാൻ വേണ്ടി തന്നെ അതിന് വിയോജിപ്പ് പറഞ്ഞ് ആ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ കാര്യം അവിടെ സ്റ്റോപ്പ് ആകുകയായിരുന്നു. അന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരു ധനശേഖരണം നടത്തി ഒരു ഏക്കർ സ്ഥലം വാങ്ങിച്ചിരുന്നെങ്കിൽ ആ ഫണ്ട് വിനിയോഗിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പോൾ PHSCക്ക് പുതിയൊരു കെട്ടിടം നിർമ്മിക്കുവാനോ സാധിക്കുമായിരുന്നു. പക്ഷേ ഇറങ്ങിപ്പോയത് ഈ പ്രതിപക്ഷമാണോ? പ്രതിപക്ഷം തന്നെയാണ് ഇറങ്ങിപ്പോയത്. ഓക്കെ, ആ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി കിടേ. എന്നാണ് മീറ്റിംഗ് വിളിച്ചെന്നാ ഇറങ്ങിപ്പോയത് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പം അതിനിപ്പോൾ തെളിവൊന്നും കൊണ്ടുവരാൻ സാധിക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കണ്ടിച്ച് സംസാരിക്കുന്നത്. ജനകീയ സമിതി ഗൗരവമായ ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ അവതാരകൻ ചോദിച്ചു പ്രസിഡന്റുമാർ മാറുന്നത് കൊണ്ട് എന്തെങ്കിലും വികസന തടസ്സം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനകത്ത് ഒരു വ്യക്തത ഞാനിപ്പോൾ ഇവിടെ വരുത്താൻ ആഗ്രഹിക്കുക. കാരണം 1.5 കോടി രൂപ വെറും വെള്ളപ്പേപ്പർ ആരാണ്ട് എഴുതി കൊടുത്താന്ന് പറഞ്ഞു, പഞ്ചായത്തിൽ അനുവദിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് 1.5 കോടി രൂപ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പണിയുന്നതിന് വെള്ളപ്പേപ്പറിൽ എന്തോ ആരോണ്ട് എഴുതി കൊടുത്ത് ഗവൺമെൻറ് ഓർഡർ അല്ലായിരുന്നു പറഞ്ഞു. അതേ സംവിധാനം തന്നെയാണ് ഇപ്പോൾ 35 ലക്ഷം രൂപയ്ക്ക് വന്നിരിക്കുന്നത്. ഇവരതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് എസ്റ്റിമേറ്റ് എടുക്കാൻ ഏൽപ്പിക്കാതെ തുടർ പ്രവർത്തനം നടത്താത്തതെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. കാരണം അന്നേരം വന്ന അതേ പേപ്പർ തന്നെ 35 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ആദ്യ ഗഡു അനുവദിച്ചുകൊണ്ട് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിന് വീണ്ടും പേപ്പർ വന്നിരിക്കുന്നത്. അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി, അതായത് നിലവിലുള്ള കെട്ടിടം പൊളിച്ചു കളയുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ആ കെട്ടിടം പൊളിച്ചു കളയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുകൊണ്ട് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പർ ഈ ഭരണമാറ്റത്തിൻ്റെ ഭാഗമാണോ ഇത് എന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ പ്രസിഡന്റിന് ഇതിനകത്ത് താല്പര്യമില്ലായിരുന്നു. ഈ പ്രസിഡന്റ് ഇതിനകത്ത് താല്പര്യം ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു പേപ്പർ നീങ്ങിയത് എന്ന് എനിക്ക് മനസ്സിലാകും. കാരണം ഈ നാഷണൽ ഹെൽത്ത് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവുമായി ബന്ധപ്പെട്ടൊക്കെ ഫണ്ട് വരുന്നത് ഒരു മെയിൽ വരികയുള്ളൂ. അതറിയത്തില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതൊന്ന് ആലോചിച്ച് വെക്കണം. മെയിൽ വരും. അതിന് ആനുപാതികമായിട്ട് നമ്മൾ 1 ഏക്കർ സ്ഥലം കണ്ടെത്തണമെന്ന് അതിനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. 4000 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം പണിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഈ 2ാം ഗഡു മാർച്ചിന് ശേഷം ഈ ഫണ്ട് അനുവദിച്ചപ്പോൾ കൃത്യമായിട്ട് സ്ഥലം അളന്ന് 19 സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ 35 ലക്ഷം രൂപ ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു നടപടിക്രമം പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ 235 വീട് ലൈഫ് ഭവന പദ്ധതിയിൽ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം പ്രസിഡന്റ് 232 പറഞ്ഞായിരുന്നു, മെമ്പറാണ് 99 35 പറഞ്ഞത്. അതിനകത്ത് ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പബ്ലിക് ഡൊമൈനാണ്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. പട്ടികജാതി വികസന വകുപ്പുമായി ബന്ധപ്പെട്ട് അനുവദിച്ച വീടുകളുടെ എണ്ണം കൂട്ടാതെയാണ് ഈ മെമ്പർ ഇത് പറഞ്ഞത്. കാരണം പട്ടികജാതിക്കാർ മനുഷ്യരല്ലേ എന്നുള്ളത് ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. ജനറൽ വിഭാഗത്ത് അനുവദിച്ച വീടിൻ്റെ എണ്ണം കൂട്ടിയാണ് ഈ 99 പറഞ്ഞ്. വീടില്ലാത്തവർക്ക് വീടും സ്ഥലവും കൂട്ടി കൊടുക്കുന്ന ഉൾപ്പെടെ 235 വീടുകൾ നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് പറയണം. അതിനകത്ത് ഒരു വീടിന്റെ കുറവ് പോലും ഇല്ല എന്ന് ഞാൻ പറയണം. അതിനെ കണ്ടിട്ട് സംസാരിച്ചു. യോമെമ്പർ പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചു. ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് 2015 തുടങ്ങിയ പദ്ധതിയാണ് ആണല്ലോ. ഞാൻ പറഞ്ഞത് 2020 ശേഷം ചോദ്യം ചോദിക്കാം, നമുക്ക് ചോദിക്കാം. മെമ്പർ പറയൂ. ഞാൻ പറഞ്ഞേക്കാം 2019 അല്ല 2019 ലൈഫിന് വേണ്ടി അവസാന അപേക്ഷ സ്വീകരിച്ചത്. അത് കേരള ഗവൺമെൻറ്റാണ് സ്വീകരിച്ചത്, നെടുങ്കുന്നം പഞ്ചായത്തല്ല സ്വീകരിച്ചത്. ആ പദ്ധതി പ്രകാരം അംഗീകൃതമായ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരല്ല, ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന ലിസ്റ്റ്. ഇനിയും ആ ലിസ്റ്റ് പ്രകാരം അപേക്ഷകർ ഒരുപാടുണ്ടായിരുന്നു. 250-300 അപേക്ഷകരുണ്ടായിരുന്നു. ആ അപേക്ഷകരിൽ എനിക്ക് കേട്ടണം, സർക്കാരിൻ്റെ നിയമം പറഞ്ഞിരിക്കുന്നത് 2-4 ചുവരും ഒരു മേൽക്കൂരയും ഉണ്ടെങ്കിൽ അത് വീടാണെന്നുള്ള കൺസെപ്റ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത് ഈ ലൈഫ് മിഷനാണ്. അല്ല നിങ്ങൾ പറയട്ടെ, അത് പരിശോധിക്കേണ്ട പഞ്ചായത്തായിരുന്നു. പരിശോധിച്ച് പഞ്ചായത്ത് വീട് കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ അല്ല ഇവിടെ പരിശോധിച്ച് പഞ്ചായത്ത് ഇവിടെ വീട് കൊടുത്തിട്ടുണ്ടല്ലോ. ആ മാനദണ്ഡം മാത്രം വെച്ചാണ് ഇവിടെ വീട് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞേ. അതിനുശേഷം 2019 ലിസ്റ്റും പ്രകാരം
അംഗീകൃതമായ ലിസ്റ്റ് പഞ്ചായത്ത് അംഗീകരിച്ചും ഗവൺമെൻറ് അംഗീകരിച്ചുമായ ലിസ്റ്റ് എന്ന് പറയുന്നത് 99 പേരുടെ ജനറൽ 2019 ശേഷമുള്ളതാണ്. അതിൻ്റെ അകത്താണ് 50 എണ്ണം പൂർത്തിയാക്കിയെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയും 2019 ലിസ്റ്റും പ്രകാരം 34 വീടാണ് എസ് ഉണ്ടായിരുന്നത്. ആ 34 ഫണ്ട് കൊടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പഴയ കണക്കല്ല പറഞ്ഞത്. 235 കണക്ക് ഇത് കേരള ഗവൺമെന്റ് പറയും ലൈഫ് മിഷൻ ഞങ്ങൾ 250 കൊടുക്കുന്നത്. ആ കണക്കല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷമുള്ള കണക്കാണ് പറഞ്ഞത്. ഓക്കെ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. പൊതുജനങ്ങൾക്ക്, ഇവിടെയുള്ള പൊതുജനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ആരോട് വേണമെങ്കിലും ചോദിക്കാം. വ്യക്തമായ കാരണങ്ങൾ കൂടി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആരാണ് ആദ്യം ചോദിക്കുന്നത്? ഓക്കെ, ആരോടാണ് ചോദ്യം? ഞാൻ ചോദിക്കുന്നത് BJPയുടെ പ്രതിനിധിയോടാണ്. ഓക്കെ, ചോദിച്ചോളൂ. പള്ളിക്കത്തോട് പഞ്ചായത്തിൽ വികസനം നടക്കുന്നുണ്ടോ ഇല്ലയോ? താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? പള്ളിക്കത്തോട് പഞ്ചായത്തിൽ വികസനം നടന്നിട്ടോ? കഴിഞ്ഞ 5 വർഷം എന്ത് വികസനം നടന്നു? പള്ളിക്കത്തോട് പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദി അല്ലല്ല, താങ്കൾ അവിടെ നമുക്ക് പറയാനുണ്ട്. പ്ലീസ് ഇതുമായിട്ട് ബന്ധമുള്ളതാണോ? ഓക്കെ, എന്നാ ബന്ധത്തിലേക്ക് പോവാം. പള്ളിക്കത്തോട് പഞ്ചായത്ത് ഭരിക്കുന്ന BJP-യാ. ഇദ്ദേഹം പറഞ്ഞത് UDF ആയതുകൊണ്ട് ചിറ്റമ്മ നയ സർക്കാർ സ്വീകരിക്കുന്നതെന്ന്. ഈ പള്ളിക്കത്തോട് പഞ്ചായത്തിലെ വികസനത്തെ കുറിച്ച് അവർ ഇട്ടിട്ടുണ്ടല്ലോ. പള്ളിക്കത്തോട് പഞ്ചായത്തിന് നെടുങ്കുന്നം പഞ്ചായത്തിന് അത്രയും തനത് ഫണ്ടില്ല. പള്ളിക്കത്തോട് വികസനങ്ങളില്ല, വികസനമില്ലെന്നല്ല അദ്ദേഹം പറഞ്ഞത്. കേരള സർക്കാർ ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് അവരുടെ പഞ്ചായത്ത് വികസനമില്ലല്ലോ. ഓക്കെ, പള്ളിക്കത്തോട് പഞ്ചായത്ത് വികസനം. നമ്മൾ നെടുങ്കുന്നം പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചോദിക്കാനുള്ളത്? നെടുങ്കുന്നം പഞ്ചായത്തില് ഈ 4-ാം വാർഡ് മെമ്പറുടെ ഭർത്താവിന് പഞ്ചായത്ത് ഒരു വീട് അനുവദിച്ച മെയിൻ്റെനൻസ് അനുവദിച്ചെന്ന് നിങ്ങളുടെ ഇതിൽ കിടക്കുന്നുണ്ടോ? ഏതാ ഉപഭോക്തൃ ലിസ്റ്റ് കിടക്കുന്നുണ്ടോ? അതെന്തുമാത്രം ശരിയാ? ആരാണ് മെമ്പർ? 4-ാം വാർഡ് മെമ്പറുടെ ഭർത്താവിന്റെ പേരിൽ 6-ാം വാർഡ് മെമ്പറിന് 6-ാം വാർഡ് ഉപഭോക്തൃ ലിസ്റ്റിലാണ് വീട് കിടക്കുന്നത് കണ്ടത് മെയിൻ്റെനൻസിന് വേണ്ടി. 4-ാം വാർഡിന്റെ മെമ്പറിന്റെ ഭർത്താവിന് 6-ാം വാർഡിലെ മെമ്പർ വീട് അനുവദിച്ചു. മെയിൻ്റെനൻസ് ഉപഭോക്തൃ ലിസ്റ്റ് 1-ാമത്തെ പേര് 2-ാമത്തെ പേരും കണ്ട. ആ ചോദ്യം ആരോടാ? പഞ്ചായത്ത് പ്രസിഡന്റിനോടും BJPയുടെ ഭാരവാഹിയോടും കൂടെ. ഓക്കെ, ഉത്തരം പറയാനുണ്ടോ? സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഒരു ചോദ്യം കൂടെ, ഒറ്റ ചോദ്യം കൂടെ, അതോടെ നിർത്തിയിട്ട് ഞാൻ പറയാം. ഈ ചോദ്യത്തിന് മറുപടി, ഈ വീട് അനുവദിച്ചുമായി ബന്ധപ്പെട്ട ചോദ്യം. എനിക്കതിനെ കുറിച്ച് അറിയാൻ പാടില്ല. ഓക്കെ, പ്രസിഡന്റ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ സാധാരണ ഗ്രാമസഭയിലാണ് എല്ലാവരും അപേക്ഷ കൊണ്ട് തരാറുള്ളത്. ആ തൊട്ടടുത്ത ഗ്രാമസഭയിൽ ആ അപേക്ഷ അംഗീകരിക്കാറുമുണ്ട്. അപ്പോൾ ഗ്രാമസഭയിൽ വന്ന ഒരു അപേക്ഷ പ്രയോറിറ്റി ലിസ്റ്റിലും ഉണ്ടായി. പക്ഷേ അവർക്ക് വീട് അനുവദിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ഓക്കെ, പ്രയോറിറ്റി ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. അതാണ് അനുവദിച്ചായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നായിരുന്നു. അതൊന്ന് അറിഞ്ഞാൽ മതി, ജനങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. അടുത്തത് ഒരു ചോദ്യം കൂടെ. ഈ ലൈഫ് പദ്ധതിയിൽ UDFന്റെ നിലപാട് എന്താണ്? ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു, അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളാണ്. അദ്ദേഹം പറയുന്നത് 235 വീടെന്ന് പറയുന്നു. കോൺഗ്രസിൻ്റെ നേതാവാണ് UDFന്റെ മെമ്പർ. ഈ മെമ്പർ UDFന്റെ ആള്, അവരുടെ മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റാന്നാ പറയുന്നത്. ചോദ്യം ചോദിച്ചോളൂ. ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. അതായത് എണ്ണത്തിന്റെ കാര്യത്തിൽ അതാ ഈ പഞ്ചായത്തിലെ വികസനത്തിന്റെ പ്രശ്നത്തിലും കാര്യം. അതായത് കേരള കോൺഗ്രസും ഈ UDFും തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. ഇതിൽ വികസനമില്ലാത്തത് എന്നാണ് ഞാൻ. പ്രസിഡന്റ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തിൽ തന്നെയാണ്? അങ്ങനെ തന്നെയാണ്. അപ്പൊ ഉത്തരവായി, കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, ചോദിച്ചോളൂ. ആരോടാ ചോദിക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റിനാണ് ചോദിക്കേണ്ടത്. ചോദ്യം ഈ പഞ്ചായത്തിൽ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞാൽ യാതൊരു വ്യക്തത ഒരു കാര്യത്തിനും ഇല്ല. എനിക്കറിയത്തില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. കാരണം ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു 1 വർഷം മാറി വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. പക്ഷേങ്കിൽ പ്രസിഡന്റ് ഒരു കാര്യം പഠിച്ചു വരുമ്പോഴത്തേക്ക് മുമ്പിലത്തെ കാര്യങ്ങൾ മറന്നു പോവുകയാണോ? ഇപ്പോൾ ഈ പ്രസിഡന്റ് വന്നിരിക്കുക പറയേണ്ട കാര്യം ഈ 5 വർഷം ഞങ്ങൾ ചെയ്ത കാര്യമാണ് പറയേണ്ടത്. ഞങ്ങൾ ഭരണത്തിൽ ഇരുന്ന കാര്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണം UDFന്റെ ഭരണമാണല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനും ഈ ഭരണത്തിൽ ഉത്തരവാദിത്തമുണ്ട്, മുൻ ഭരണത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് യാതൊരു വിവരവും അറിയത്തില്ല. പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെ ഒരു ധാരണക്കുറവൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ കൊഴുങ്ങാനൂർ ചിറയുടെ കാര്യമാണ്. 10-15 വർഷമായിട്ട് ചിറയും തള്ളിക്കൊണ്ട് നടക്കുക. എന്നും ചിറ തള്ളി നടക്കുക. കുറച്ച് എന്തെങ്കിലും പരിപാടി ചിറ ചെയ്യും, നിർത്തും, പോകും. അടുത്ത മഴ വരുമ്പോൾ വെള്ളം ഒലിച്ച് ചിറക്കകത്ത് ചാടും, വീണ്ടും അടുത്ത പദ്ധതി കൊണ്ടുവരും. MLA ഫണ്ടിൽ നിന്ന് ഇതിന് പണം കണ്ടെത്തി കൊടുക്കാമെന്ന് പഞ്ചായത്തിന് വാഗ്ദാനം നൽകി. അപ്പോൾ MLA ഫണ്ട് ഇവർക്ക് വേണ്ട, പഞ്ചായത്തിന്റെ പദ്ധതി മതി. എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഇവർ തന്നെ ഏറ്റെടുക്കുന്നത്? ഇത് പൂർത്തിയാക്കാത്ത എന്തുകൊണ്ടാണ്? ഓരോ വർഷം വരുമ്പോൾ ഇതിനെ തള്ളി അതിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അതായിരിക്കും. ഇത് എന്തുകൊണ്ട് പൂർത്തിയാക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ആ ചോദ്യത്തിന് ഒരു മറുപടി ഞാൻ പറയാമേ. ഞാൻ ജനപ്രതിനിധിയായിട്ട് പ്രസിഡന്റ് പറയട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചൊരു ചോദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ മതി. പ്രസിഡന്റ് പറയൂ. ഇടപെടരുത്. പ്രസിഡന്റ് പറയൂ.
മൈക്ക് പ്രസിഡന്റ് പ്ലീസ് പ്രസിഡന്റ് ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ആദ്യമായിട്ട് ഒരു കാര്യം പറയാണ്. ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ്. എനിക്ക് ഈ കള്ളത്തരങ്ങളും കുരുട്ടുബുദ്ധിയൊന്നും കൂട്ടി സംസാരിക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. Okay. ഞാൻ അതവിടെ നിൽക്കട്ടെ. പ്ലീസ്. അത് നിങ്ങളല്ല അങ്ങൾ നിങ്ങളല്ല രണ്ടാമത് മെമ്പറായത് വ്യക്തിപരമായ തീർച്ചയായും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. സമയം തരുന്നു. ആരും ഇടപെടല്ലോ. പ്ലീസ് നമുക്കിത് മുന്നോട്ട് പോകണം. സമയത്തിന്റെ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചിറയുമായി ബന്ധപ്പെട്ട MLA ഇവിടെ ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞു. MLA തരാമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല ആർക്ക് തരാമെന്ന് പറഞ്ഞ കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 5 ഉത്തരവാദിത്തമില്ല, കൂട്ടുത്തരവാദിത്തം ഇല്ലാത്ത ഒരു ഭരണസമിതിയാണ് ഒന്നാമതേ അതൊരു മറുപടി ഏകദേശം പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ മടക്കിയാണ് ചിറയുടെ അത്രയും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പറിനോടും ജില്ലാ പഞ്ചായത്ത് മെമ്പറിനോടും പല പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചിറയുമായിട്ട് ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട് അനുവദിക്കണമെന്ന്. നാളിതുവരെ 5 പൈസ പോലും നമുക്ക് തന്നിട്ടില്ല. MLA തരുമെന്ന് പറഞ്ഞ് ആരോടാ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. MLAയും MP കൂടി ചിറ നല്ല രീതിയിൽ പോകണമെന്നുള്ളതേ ഞങ്ങളുടെ ആഗ്രഹമുള്ളൂ. അല്ലാതെ ഒരാളുടെ ഫണ്ട് വേണ്ടെന്ന് വെക്കുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ല നെടുങ്കുന്നം പഞ്ചായത്തിന്. നെടുങ്കുന്നം പഞ്ചായത്തില് MLA ഫണ്ടിൽ നിന്ന് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് 5 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. 12 മൈൽ സ്കൂള്. ഈ പരിപാടികളെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി UDF പഞ്ചായത്ത് ബഹിഷ്കരിക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്താ? വികസനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമല്ലേ? അതോ LDF LDF കൊടുക്കുന്ന ഫണ്ട് വേണ്ടെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? LDF കൊടുക്കുന്ന ഫണ്ട് വേണ്ടെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? പങ്കെടുക്കുന്നില്ല പരിപാടിയില്. ആരാ പറഞ്ഞിരിക്കുന്നത്? സ്കൂളിൽ ഉദ്ഘാടനത്തിന് വരുന്നില്ല, അല്ലാതെ പരിപാടിക്ക് വരുന്നില്ല. ഗവൺമെന്റ് സ്കൂളിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാദേശിക ഗവൺമെന്റ് സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് സാധാരണ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അതിന്റെ അധ്യക്ഷത വഹിക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റാണ്. അന്നൊരു ആലോചനാ യോഗം കൂടിയപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും അല്ലാത്ത രീതിയിൽ, അത് പഞ്ചായത്ത് പ്രസിഡന്റ് വേറെ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടായിരിക്കാം, ഒന്നും അല്ലാത്ത രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിടെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഞാൻ ആ സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. എന്നിട്ട് പോലും നമ്മളെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഒന്നും മറുപടി പറയാതെ നിങ്ങളാണ് ആലോചനാ യോഗം കൂടിയത്. ആലോചനാ യോഗം കൂടുകയും ഇത് ഈ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അധീനമുള്ള സ്ഥാപനം. അതിനകത്ത് അധ്യക്ഷൻ ആരാണെന്നുള്ള പ്രോട്ടോകോൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ് എന്നൊരു ഒറ്റ കാരണം കൊണ്ട്. കാരണം ഒരു വർഷം പഞ്ചായത്ത് മുടക്കുന്നതിന്റെ ഏറെ അതിന്റെ 5 ഇരട്ടി തുക ഒരു വർഷം MLA ഫണ്ടിൽ നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മുടക്കുന്നുണ്ട്. അതിന്റെ ഒരു അസൂയ മൂത്താണ് ഇവരിപ്പം ഉദ്ഘാടന മാമാങ്കങ്ങൾക്കെല്ലാം ജലജീവ മിഷനുമായി ബന്ധപ്പെട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം പങ്കെടുത്തപ്പോൾ പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഉദ്ഘാടന മാമാങ്കം ഇവർ സ്വയം സംഘടിപ്പിച്ചു. അങ്ങനെ സ്വയം എളിപ്പിലായിക്കൊണ്ട് MLAക്കെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫണ്ട് വേണ്ടെന്ന് പറഞ്ഞവരാണ് ഇവർ. കാരണം MP-യുടെ ഫണ്ട് നിങ്ങൾക്കൊരു MP അറിയാം, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്ന പ്രദേശമാണ് ഇവിടെ. MP ഫണ്ട് നൽകാമെന്ന് പറയും, സ്റ്റേജ് നിർമ്മിക്കാൻ, അതായത് ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കാൻ MP ഫണ്ട് നൽകാമെന്ന് അറിയിച്ചു. MLA പറഞ്ഞു ഞാൻ ആ ഫണ്ട് നൽകാമെന്ന് എൻ്റെ മുമ്പിൽ വെച്ച് ഈ റജി പോത്തന ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഈ ചെറയുടെ അവിടെ വന്നിട്ട് MLA ഫണ്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ MP ഫണ്ട് തരുമെന്ന് പറഞ്ഞത് 2 വർഷം എന്തിയെ ഫണ്ട്? അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ അങ്ങനെ ഒരു ഫണ്ട് വന്നിട്ടുണ്ടോ? അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടോ? അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇതുവരെ 5 പൈസ ഇവിടുത്തെ പാർലമെന്റ് അംഗം ഇവിടെ തന്നിട്ടില്ല. എന്നാൽ MLA വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് നൽകാമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്ന കേരളത്തിലെ ഏക പഞ്ചായത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മിനിറ്റ് അവിടെ ഇവിടെ ചേച്ചി ആരോടാണ് ചോദിക്കാനുള്ളത്? മൈക്കൊന്ന് കൊടുക്കുക. ആരോടാണ് ചോദിക്കാനുള്ളത്? എന്താണ് ചോദ്യം? ബഹുമാന്യരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ടാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഒരു ഫോട്ടോയുണ്ട്. അതായത് ഈ അടുത്ത ദിവസങ്ങളിലെ ചിറയിലെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പുനരുദ്ധാരണം നടന്നു. ഈ കഴിഞ്ഞ 14-ാം തീയതി ഒക്ടോബർ മാസം പെയ്ത മഴയ്ക്ക് ഒലിച്ചു പോയ ഫോട്ടോയാണിത്. അവിടെ മുഴുവൻ കല്ല് പാകിയിരിക്കുകയാണ്. ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ചിറനടയിൽ
ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ സംഭാവനയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ മൊത്തം കല്ല് പാകിയിട്ട് ഒരു കല്ലേ ചവിട്ടുമ്പം 2 കല്ലളകും. കാര്യം ഞാനിത് കൃത്യമായിട്ട് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓലിക്കര സമിതിയുടെ സെക്രട്ടറിയും നെടുങ്കുന്നം പഞ്ചായത്ത് ജലനിധിയുടെ BG ഫെഡറേഷൻ സെക്രട്ടറിയുമാണ്. ആഴ്ചയിൽ 2 ദിവസം മിനിമം ഞാൻ ഈ ചെറയുടെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന പമ്പ് ഓപ്പറേറ്റർ ഞാനാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒലിച്ചു പോയ സാധനമാണ്. ഞാൻ അന്നേരം ഫോട്ടോ എടുത്തതാണ്. നമ്മൾ ഈ സർക്കാരിൻ്റെ ഫണ്ടെന്ന് പറയുമ്പം ഇത് ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇത് ഉപ്പ് മേടിക്കുമ്പോഴും മുളക് മേടിക്കുമ്പോഴും ഞങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന കാശാണ്. ഈ കാശ് കൃത്യമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. ചുമ്മാതൊന്നുമല്ലല്ലോ, മാസം മാസം എണ്ണി അങ്ങോട്ട് മേടിക്കുന്നുണ്ടല്ലോ. ഇത് നടത്തിക്കുന്നവരെ ഇത് തീരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഏറ്റവും നിസ്സാരമായിട്ടുള്ള കാര്യം. ഈ ചെറയെ സംബന്ധിച്ചിടത്തോളം ഈ നെടുങ്കുന്നം പഞ്ചായത്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ചെറ ഉപയോഗപ്പെടുത്തിയാൽ ഈ പഞ്ചായത്തിന് ആവശ്യത്തിനുള്ള മുഴുവൻ ഫണ്ടുകളും ഈ ചെറയിൽ നിന്ന് എടുക്കാവുന്ന അക്ഷയ പാത്രമാണ് ഈ ചെറ. ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകൾ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഞാനിത് പറയുന്നത്, ഞാനാണ് 33 വർഷം ഡൽഹിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും സ്പേസ് ഈ വെള്ളത്തോട് കൂടി ഒരു കുളവാക്കി എടുത്തു കഴിഞ്ഞാൽ മണിക്കൂറിന് ഇത്ര രൂപ വെച്ച് കൃത്യമായിട്ടുള്ള ഒരു ഫീസ് ചേച്ചി പറയുന്നതനുസരിച്ച് നടക്കാനായിട്ട് പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ വികസനം എന്ന് പറയുന്നു. എനിക്കിപ്പോൾ 65 വയസ്സായി. എൻ്റെ നേറ്റീവ് പ്ലേസും മണിമലയാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് അസംഷൻ കോളേജിലാണ്. ഞാൻ മണിമലയിൽ നിന്ന് ഗ്രേസ് എന്ന് പറയുന്ന വണ്ടിക്കാണ് ഞാൻ രാവിലെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ 65 വയസ്സുള്ള ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കണ്ട അതേ നെടുങ്കുന്നം തന്നെയാണ് ഇന്നും. കോൺഗ്രസിന്റെ പ്രതിനിധി മറുപടി പറയും. അതായത് ഇത്ര കാലയളവിൽ 1 ലക്ഷം രൂപയുടെ ഒരു അഴിമതി ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. പണം വാങ്ങിയത് ഒരു ആരോപണം ഉയർന്നു. പ്ലീസ് നമുക്കത് വ്യക്തമായ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രം അത് പറയാൻ പറ്റത്തുള്ളൂ. വാങ്ങിയെന്നും കൂടെ പറയണം. ആരോപണം ആർക്ക് വേണേലും പറയാം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home
with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. കുടനാൽച്ചിറ നമ്മുടെ നെടുങ്കണ്ടത്തിൻ്റെ തന്നെ ഐശ്വര്യമാണ്. ഇത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഈ കുടനാൽച്ചിറ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നെടുകുന്നത്തെ UDF ഭരണസമിതി 10 വർഷം ആയി തുടർന്നു വന്ന നിയമ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2021-22 വർഷത്തിൽ ഈ ചിറയും അതിനോടനുബന്ധിച്ച് കിടന്ന ഭൂമിയും നെടുങ്കുന്നം പഞ്ചായത്തിൻ്റെതായി മാറ്റപ്പെട്ടത്. 2022 വരെ ആ ഭൂമി വ്യക്തിയുടെ കൈവശത്തിലായിരുന്നു. ആ ഭൂമി ഏറ്റെടുത്തത് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ വികസന നേട്ടമാണ്. അതിൽ ആർക്കും സംശയം വേണ്ട. ആർക്കെങ്കിലും എതിർത്ത് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ ആരെങ്കിലും ഇതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? നെടുങ്കുന്നത്തെ UDFന്റെ ഗവൺമെന്റ് എതിർത്ത മെമ്പർമാരുണ്ട് കേട്ടോ. UDFന്റെ നേതാവുണ്ട് ഇതിനെ എതിർത്ത്. ഈ ഭൂമി കിട്ടലുമായി ബന്ധപ്പെട്ട് ഇതിനെ എതിർത്ത UDFന്റെ മെമ്പറുണ്ട്. നിങ്ങൾ അന്ന് കാണിച്ചില്ല. അന്ന് കൊല്ലമലക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച UDFന്റെ മെമ്പറുണ്ട്. നടക്കാതെ വന്നത് അതിനുശേഷം അങ്ങനെ നെടുങ്കുന്നം പഞ്ചായത്തിന്റെ ചിറയോടനുബന്ധിച്ച് കിടന്ന ഭൂമിയുടെ അതിര് നിർണ്ണയിച്ചത് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോഴത്തെ ഭരണസമിതിയാണ്. ആ ഭരണസമിതിക്കകത്ത് എൻ്റെ സഹപ്രവർത്തകൻ ജോയിയുണ്ട്. ഞങ്ങളെല്ലാവരും പോയാണ് അതിര് തിരിച്ചത്. ഇതിനു മുമ്പ് ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാർ അതിരിക്കാൻ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കോടതി വിധിയാണ് ആവശ്യം. ഇത് ഒരാളുടെ വസ്തു അല്ല, ഒരാളുടെ അതിരിക്കുന്ന വസ്തു തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് ഗവൺമെന്റിന്റെ കടമ, പഞ്ചായത്താണ് ചെയ്യേണ്ടത്. അതിന് നിയമ പോരാട്ടമാണത്. അത് നിയമ പോരാട്ടമാണ്. അതിന് കാലതാമസം വരും. ആ കാലതാമസം ഉള്ളത് കൊണ്ടാണ് ആ ചിറയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു. പ്ലീസ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് 2022-23 എനിക്ക് തോന്നുന്നു നവംബറിലാണെന്ന് തോന്നുന്നത്, ഡിസംബറിലെ കമ്മിറ്റിയിൽ ഇതുമായി ചർച്ച ചെയ്തില്ല എന്ന് എൻ്റെ പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർമാരോ BJP മെമ്പർമാർക്കോ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇത് വിശദമായി ചർച്ച ചെയ്തു. അവിടെ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണമെന്നും ഞങ്ങളെല്ലാം കൂടി ആഗ്രഹിച്ചു. മറിച്ച് അന്നും സംയുക്തമായി എടുത്ത തീരുമാനമാണ്
ടൂറിസവുമായി ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റ് അവിടെ വേണ്ട എന്ന്. അതല്ല എങ്കിൽ എൻ്റെ സഹപ്രവർത്തകൻ ജോസഫിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ശശിധർ സാറിനോ പറയട്ടെ. അപ്പൊ നിങ്ങൾ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഈ ചെറിയുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ചെറിയമായി ബന്ധപ്പെട്ട് ഇതിപ്പം പഞ്ചായത്തിന് ഒരു ഫണ്ട് ഉപയോഗിക്കില്ല. പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട UDF-ന്റെ പ്രതിനിധി സൂചിപ്പിച്ചു, കൊഴുകാച്ചിറ നമ്മുടെ ഐശ്വര്യമാണ്. നമ്മുടെ ഐശ്വര്യമല്ല, നിങ്ങളുടെ ഐശ്വര്യമാണ്, UDF-കാരുടെ മാത്രം ഐശ്വര്യം. കാരണം കൈയിട്ട് വാരുന്നതനുസരിച്ച് പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഇവിടെ ടെൻഡർ വെച്ച് അവിടെ പണി നടത്തി. നിങ്ങൾ അവിടെ ഇവിടെ നമുക്ക് ആ ചാനലിലേക്ക് അവിടെ പരിശോധിക്കാം. അത് മുഴുവൻ ഇളകിപ്പോയി. അത് മുഴുവൻ ഇളകിപ്പോയിട്ട് നമ്മുടെ നാട്ടിലെ വികസനം മൊത്തം കൊണ്ട് അവസാനം കൊടുങ്ങാലച്ചിറ ആരംഭിച്ച് കൊടുങ്ങാലച്ചിറ അവസാനിപ്പിക്കുകയാണ്. പ്രസിഡന്റ് ആയി തന്നെ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ 1 വർഷമായുള്ളൂ പ്രസിഡന്റ് ആയിട്ട്, എനിക്ക് 4 വർഷത്തെ കാര്യം അറിയത്തില്ല. 4 വർഷത്തെ കാര്യം അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഭരണസമിതി ഉണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു. നമ്മുടെ വെളുന്ന പഞ്ചായത്ത് ഇവിടെ ബഹുമാനപ്പെട്ട ജോ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ശാപമാണ് ഈ 5 വർഷം 5 പ്രസിഡന്റുമാരും 5 വൈസ് പ്രസിഡന്റുമാരും ഇരിക്കുന്നത്. പക്ഷെ അവര് പറയുന്നത് വികസനത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നടന്ന മുഴുവൻ വികസനങ്ങളെയും അട്ടിമറിക്കുന്നത് ഇവരുടെ ഈ കുതികാലം. ഓക്കെ, ഒരു മിനിറ്റ് മൈക്കുന്നു പ്ലീസ്. ആരോടാണ് ആരോടാണ് ചോദിക്കുന്നത്? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ് ചോദിക്കുന്നത്. ഓക്കെ, പറഞ്ഞോ റെഡിയാണ്. ഞാൻ ഏതാണ്ട് 2010 തൊട്ട് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും അതിനുശേഷം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായിട്ടുണ്ട്. 2015 പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി. ഒരു പക്ഷേ ആ 2015 വൈസ് പ്രസിഡൻ്റായിരുന്ന സമയത്ത്, ശശികല പ്രസിഡൻ്റായിരുന്ന സമയത്ത്, ആ പ്രസിഡൻ്റെ അസാന്നിധ്യത്തിൽ ഒരു പഞ്ചായത്ത് കമ്മിറ്റി കൂടാൻ തീരുമാനമുണ്ടായപ്പോൾ എടുത്ത ഒരു തീരുമാനമാണ് നെടുങ്കുന്നത്തെ കൊഴുങ്ങാലൂർ ചിറ അളന്ന് തിട്ടപ്പെടുത്തി പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനുള്ള തീരുമാനമുണ്ടായത്. അന്ന് എന്നോടൊപ്പം നിന്നത് ഇടതുപക്ഷത്തെ PK ബിജി എന്ന് പറയുന്ന മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കാളിത്തത്തോടു കൂടിയാണ് അത് അളന്ന് തിരിച്ച് അതിൻ്റെ തോടിൻ്റെ ഗതി മാറ്റിയെടുത്ത് അവിടെ നിന്ന് തടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് കണ്ടെടുത്ത് അന്ന് ഒട്ടേറെ MLA-യുടെ നിർദ്ദേശപ്രകാരം, അന്നിരുന്ന MLA തന്നെയാണ് ഇന്നും, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആ പദ്ധതിക്കെല്ലാം തുടക്കം കുറിച്ചത്. നെടുങ്കുന്നത്തെ ചിറയ്ക്ക് വളരെ ഈ ഭരണസമിതി വന്നപ്പോൾ തന്നെ നെടുങ്കുന്നത്തെ ചിറയ്ക്ക് വേണ്ടുന്ന ഫണ്ട് അനുവദിക്കാമെന്നും ഏതാണ്ട് 4 മണിക്കാറ്റിൻ്റെ രൂപത്തിൽ ആ പ്രദേശം നമുക്ക് മാറ്റിയെടുക്കാമെന്നും ഒട്ടേറെ മനോഹരമാക്കാമെന്ന് സൂചിപ്പിച്ചു. ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്ന സമയത്താണ് അതിനകത്തെ ചിറയ്ക്കകത്ത് ചെളി വാരി വളരെ അതിന് തടയണ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആ കാലഘട്ടത്തിലാണ് ഏതാണ്ട് 2-3 വാർഡിലേക്കുള്ള കുടിവെള്ള പദ്ധതിക്കുള്ള കിണർ അതിനകത്ത് സ്ഥാപിച്ചത്. അന്ന് ഞാൻ UDF-ന്റെ ഭാഗമായിരുന്നു. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ 20 വർഷം ആ UDF-ന് ഭരണം എങ്ങനെയാണ് ലഭിച്ചതെന്ന്. അതിനകത്തെ ഒരു ആളുകൂടുക ഞാൻ അന്ന് തൊട്ടറിയാം. UDF-ന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചതിയും വഞ്ചനയും മാത്രം കാണിച്ചാണ് ഓരോ ദിവസവും പ്രസിഡന്റുമാർ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനകത്തെ ഒരു അനുഭവസ്ഥനാണ്. ആ ചതിയുടെ ഒരു അനുഭവസ്ഥനാണ്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു അവർക്ക് കള്ളത്തരമൊന്നും അറിയത്തില്ലെന്ന്. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഉൾപ്പെടുന്ന പാർട്ടിയുടെ 2 ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. ഇന്ന് അവര് മറ്റൊരു ഭാഗത്തേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചതിയും വഞ്ചനയും അറിയത്തില്ല എന്ന് പറയുന്നത്. പറയുന്ന ആളിപ്പോ എവിടെയാ? അതൊന്നും പറഞ്ഞിട്ട് UDF സംവിധാനത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. UDF സംവിധാനത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ ആത്മാഭിമാനത്തോടെ പറയും, ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടൊപ്പം ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു. ഒരു കാര്യം കൂടെ പറയുന്നു, ബാബു ഉൾപ്പെടെ ഡാലി ജോൺ ഉൾപ്പെടെയുള്ള ആളുകളെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നാണ് ഇവിടെ പഞ്ചായത്ത് ഓഫീസ് പുതിയതായി നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഒരു പഴയ പഞ്ചായത്ത് ഓഫീസ് ഇന്ന് ആശുപത്രിയായി നിലനിൽക്കുന്നത്. അതിനുശേഷം ഇവിടെ കാര്യമായ ഒരു വികസന പ്രവർത്തനത്തിന് UDF-ന്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ ഈ നിലപാടുകൾ കൊണ്ടാണോ താങ്കൾ മറുസൈഡിലേക്ക് പോയിരുന്നത്? അത് എന്റെ പാർട്ടി എടുത്ത തീരുമാനം. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന മാണി ഗ്രൂപ്പ് എടുത്ത തീരുമാനത്തിന്റെ ഫലമായി കേരള കോൺഗ്രസിലായിരുന്നു ഇന്ന് ആത്മാർത്ഥമായിട്ട് അതിനകത്ത് വികസന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് ഏതാണ്ട് 10 വർഷമായി
സംസ്ഥാനത്തിന്റെ Okay, നമുക്ക് നെടുങ്കുന്നം അതിലേക്ക് വരാം. ഓക്കെ തീർച്ചയായും ആശുപത്രി ഉൾപ്പെടെയുള്ളതെല്ലാം അതിലേക്ക് വരാം. ഓക്കെ, എന്താണ് പറയാനുള്ളത്? ആ കാലഘട്ടത്തിലെ ഒരു ചതിയുടെയും വഞ്ചനയുടെയും കഥ മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ പാർട്ടിക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടേണ്ടതായിരുന്നു. അന്ന് പ്രസിഡന്റ് സ്ഥാനം കിട്ടാതിരുന്നതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. അതൊരു ചതിയുടെയും വഞ്ചനയുടെയും കാര്യമാണ്. വേണമെങ്കിൽ പറയാം, പക്ഷേ വികസനത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നാടിൻ്റെ താല്പര്യത്തിന് എതിരെ നിൽക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പച്ചന, ഇവിടുത്തെ ഭരണത്തെ സംബന്ധിച്ച് എന്തൊരു കാഴ്ചപ്പാടുള്ളത്? അതായത് അടിസ്ഥാനപരമായി ഇവിടെ സംഭവിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഫണ്ട് ലഭിക്കുന്നില്ല. ഫണ്ട് ലഭിക്കാത്തതിൻ്റെ ഒന്നാമത്തെ പറയട്ടെ. ഇദ്ദേഹത്തിന്റെ സമയമല്ലേ? നിങ്ങൾ കൂയി കഴിഞ്ഞിട്ട് പറയൂ. നിങ്ങൾ കൂയി കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. അതായത് ഒരു മിനിറ്റ് പ്ലീസ്. നമുക്ക് സമയമില്ല, സമയത്തിന് കുറവാണ്. സാറ് പറ പ്ലീസ്. പ്ലീസ്. എനിക്ക് പറയാനുള്ള താങ്കൾ പറഞ്ഞാൽ കേട്ടു. ഇദ്ദേഹം പറയട്ടെ. ഇദ്ദേഹത്തിന്റെ സമയമല്ലേ? പറയട്ടെ. അതായത് ഈ പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തത്തിന്റെ പേരിൽ സംസ്ഥാന ഗവൺമെന്റ് ഈ ഫണ്ടുകൾ കൂടെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ ലഭിക്കുന്നില്ല. ഏതാ ഞാനൊരു പൊതുവെ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധയപ്പെട്ട് വേറൊരു കാര്യം കൂടെ പറയാം. പഞ്ചവത്സര പദ്ധതിയുടെ സ്ഥാനത്ത് നീതി ആയോഗ് വന്നു. ഒരു മിനിറ്റ് എന്റെ പൊന്നു സഹോദര, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു. പറയട്ടെ. ഈ 80 വയസ്സുള്ള എനിക്ക് ഒറ്റ വെക്കാൻ അറിയാം. ഞാൻ പറയുന്നത് ക്ഷമയോട് കൂടി കേൾക്കുക. ഞാൻ പറയുന്നതോടെ ക്ഷമയോട് കൂടി നിങ്ങൾ പറ. നിങ്ങൾ പറ. ഞാൻ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കേട്ടു. എനിക്ക് എന്റെ നിലപാട് തെറ്റാണെങ്കിൽ പറഞ്ഞു. താങ്കൾ പറഞ്ഞു. ആങ്കർ എന്ന നിലയിൽ താങ്കൾക്ക് പറയാം. എനിക്ക് നിലപാടുകളില്ല. പഞ്ചവത്സര പദ്ധതിയുടെ സ്ഥാനത്ത് നീതി ആയോഗ് വന്നതോടുകൂടി ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഫണ്ടുകൾ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത്. പറയൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ജനന നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് കേരളത്തിന് പൊതുവെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിന്റെ ലഭ്യത കുറവാണ്. അതുകൊണ്ടാണ് പിന്നെ വികസനത്തിന്റെ മറ്റൊരു പ്രധാന തടസ്സം വൻകിട വികസന പദ്ധതികൾ പ്രോജക്റ്റുകൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തിനോട് ചേർന്ന് സംയുക്തമായ പദ്ധതികൾ വെച്ചെങ്കിലേ നടക്കുന്നു. അതിവിടെ നടക്കുന്നില്ല. അതായത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സർക്കാരിന്റെ ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്ന് പറയുന്നത്. ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഈ നമ്മുടെ ഈ നെടുങ്കുന്നം ഇരിക്കുന്ന പ്രദേശത്ത് 15 വർഷം MLA ആയിരുന്ന ഒരാളാണ് നമ്മുടെ ജയരാജ് സാറ്. അതിൽ 5 വർഷമാണ് LDF നേതൃത്വത്തിൽ LDF പിന്തുണയോടുകൂടി LDF MLA ആയിട്ട് ഈ പഞ്ചായത്തിൻ്റെ ഭാഗമാകുന്നത്. മണിമല റോഡിന് 12 കോടി രൂപ, കങ്ങഴ കോവേലി റോഡിന് 5 കോടി രൂപ, മുളയംവേലി റോഡിന് 3.5 കോടി രൂപ, കുമ്പിക്കാപ്പുഴ റോഡിന് 4.5 കോടി രൂപ. റോഡ് നവീകരണത്തിന് നെടുങ്കുന്നം തൊട്ട് മടത്തുംപടി വഴി 1 കോടി രൂപയാണ് റോഡ് സേഫ്റ്റി പ്രകാരം നമുക്ക് കിട്ടിയത്. അത് MLA-മാരിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വാങ്ങിയത് നമ്മുടെ അഭിമാനാർഹമായ MLA ജയരാജ് സാറിൻ്റെ നേതൃത്വത്തിലാണെന്ന് നമ്മൾ ബോധ്യപ്പെടണം. നോർത്ത് സ്കൂള് 1 കോടി 10 ലക്ഷം രൂപ, നമ്മുടെ ഗവൺമെൻറ് സ്കൂള് 3 കോടി 60 ലക്ഷം രൂപ, അതുപോലെ കാളച്ചന്ത റോഡ് 60 ലക്ഷം രൂപ, മടത്തുംപടി റോഡ് 30 ലക്ഷം രൂപ, നെടുങ്കുഴി വള്ളിമല റോഡ് 13 ലക്ഷം രൂപ. 8ാം വാർഡിൽ ഇവരുടെ പഞ്ചായത്ത് മുൻ പ്രസിഡൻ്റായിട്ടിരുന്ന നമ്മുടെ ബീന സീജയുടെ വാർഡിൽ 40 ലക്ഷം രൂപയാണ് കുടിവെള്ള പദ്ധതിക്ക്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികൾ ഈ 5 വർഷത്തിനുള്ളിൽ MLA മാത്രം നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഒരു ചോദ്യം കൂടെ ചോദ്യം. ഓക്കെ, ആരോടാണ്? പ്രസിഡന്റിനോടാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ്. ഒരു സാധാരണ പൗരൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെന്ന് പറയുന്നത് ഗതാഗതം, ശുദ്ധജലം, പാർപ്പിടമാണ്. പാർപ്പിടത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ശുദ്ധജലത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിൽ പരാതി പറഞ്ഞതാണ്.
ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു തോടാണ്. മാന്തിരുത്തി ഭാഗത്തോട്ട് എല്ലാ മനുഷ്യരും ഇതിനകത്ത് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഈ തോട് എങ്ങനെയാണെന്ന് നമ്മൾ പല രാജ്യങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ ജലം ചുമന്ന് വരുന്നു എന്ന് പറയുന്ന പോലെ ചില കാലങ്ങളിൽ ഈ തോട് കറുത്ത് ഒഴുകുകയാണ്. എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ ഇവിടുന്ന് തുറന്നു വിട്ട് ഇത് ഒഴുകി വരുമ്പോൾ നല്ല കറുപ്പ് കളറിൽ ഒരാഴ്ച 2 ആഴ്ച ഈ തോട് ഒഴുകും. ഇത് ഞാൻ പല പ്രാവശ്യം പരാതി ഇവിടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇവർ നോക്കിയിട്ട് പറയാം ഇവിടുന്നാണ് എന്നാണെന്ന് പറയും. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ തോടെന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധമായിട്ടുള്ള തോടായിരുന്നു, വളരെ ശുദ്ധമായിട്ടുള്ള. ഇപ്പോൾ അതിൻ്റെ നില വളരെ ദയനീയമാണ്. അതിനെന്തെങ്കിലും പരിഹാരമുണ്ട്? ഒന്നുകൂടെ ഒരു ചോദ്യം കൂടെ. 2-ാം വാർഡിൽ ഇപ്പോൾ റോഡ് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. 2-ാം വാർഡിൽ പാറയ്ക്കൽ നിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒറ്റ റോഡാണുള്ളത്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നമുക്കറിയാം. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? അത് നന്നാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കിപ്പം പറയുന്നത് വികസനത്തിൻ്റെ കാര്യമ്പോൾ അവിടെ MLA-യുടെയും MP-യുടെയും പ്രാദേശിക ഫണ്ടൊന്നും ഉപയോഗിച്ചല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വികസനം ഉണ്ടാകണം. മാത്രമല്ല കൊഴിഞ്ഞാലുച്ചിറയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ എനിക്ക് തോന്നി അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന അത് ഒരു ടൂറിസം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ എനിക്ക് പറഞ്ഞതായിട്ട് തോന്നുന്നു അത് പഞ്ചായത്ത് കമ്മിറ്റി അങ്ങനെ വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നു. ഞങ്ങൾ ഈ സാധാരണ ജനങ്ങളെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. മൈക്കിൽ പറയും. മൂന്നോളം ചോദ്യങ്ങളുണ്ട്. ഒന്ന് തോടിന്റെ മാലിന്യ പ്രശ്നമുണ്ട്, പിന്നീട് ഈ ചിറയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് കുഴിനാച്ചിറയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ പ്രോജക്റ്റ് ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ 50% തുക പഞ്ചായത്ത് ചെലവഴിക്കണം, മെയിൻ്റനൻസിനും അതിനുള്ള ചെലവഴിക്കണം. ഈ ഭാവിയിൽ ഇതിനൊന്നുള്ള ഫണ്ട് നമുക്കില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ ഇതിന് മെച്ചം മുഴുവൻ ടൂറിസത്തിന് കിട്ടുകയും ചെയ്യുന്നു. ഈ ഫണ്ട് പകുതി ഫണ്ട് ചെലവഴിക്കേണ്ട കടമ പഞ്ചായത്തിനാണ്. ഇതുകൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ ടൂറിസം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യം, ഇവിടെ മൈക്ക് ഏതാ? തോടിന്റെ മാലിന്യ പ്രശ്നം. തോടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ MGNRGയിൽ ഉൾപ്പെടുത്തിയ എല്ലാ 3 വർഷം കൂടുമ്പോഴും എല്ലാ തോടുകളും വൃത്തിയാക്കാറുള്ളതാണ്. തോട്ടിലുണ്ട് മാലിന്യം ഇടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റോ ജനപ്രതിനിധികളോ ഒന്നുമല്ല, നമ്മുടെ ജനങ്ങൾ ഓരോരുത്തരുമായി ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്നത് കേൾക്കണമല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനോ, എന്നെ ടാർഗറ്റ് ചെയ്യാൻ തന്നെ വന്നിരിക്കുന്ന ആൾക്കുള്ള വേദി ഇതല്ല. അത് പുറത്ത് നമുക്ക് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാം. എന്നെ ടാർഗറ്റ് ചെയ്യാനായിട്ട് മാത്രം വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് അല്ല, അത് നിങ്ങളോടല്ല പറഞ്ഞേ. അതാ പറഞ്ഞേ. അത് പറഞ്ഞ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ടാർഗറ്റ് ചെയ്യാനുള്ള വേദി പുറത്തുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പരാതി തന്നു. നമ്മൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയും ചെയ്തു. പല സ്ഥലത്തും നോക്കിയപ്പം 2-3 കടകളിൽ നിന്ന് ഓവുചാലുകൾ ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവർക്ക് നമ്മൾ നോട്ടീസും കൊടുത്ത് അവർക്ക് സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുമുണ്ട്. പിന്നെ വേസ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോരുത്തരും വണ്ടിയെ കൊണ്ട് തള്ളിയിട്ടിട്ട് പോകുന്നതാണ്, നമ്മൾ അറിയുന്നില്ല. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളാണ് വരുന്നത്. പൊതുജനങ്ങൾ ബോധം ഇല്ലാതായ എല്ലാവരും ഒരുമിച്ച് ബോധത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകത്തുള്ളൂ. നമ്മൾ മാക്സിമം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുന്നുണ്ട്. ആ മാലിന്യ പ്രശ്നത്തിന് പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാകും. ഓക്കെ, അടുത്ത ചോദ്യം. ഈ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. പ്രസിഡന്റിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രസ്താവന അത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. അതവിടെ തീർന്നു. അത് വ്യക്തിപരമായ കാര്യങ്ങൾ പോട്ടെ. അടുത്ത മൈക്ക് കൊടുക്കാം. അടുത്ത ചോദിക്കാം. പെട്ടെന്ന് ചോദിക്കാം. ആരോടും വ്യക്തിപരമായിട്ടല്ല, പൊതുവെ പഞ്ചായത്ത് കമ്മിറ്റിയോട് തന്നെയാണ്. ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ നെടുങ്കുന്നത്തെ പഴയ ഇവിടുത്തെ നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്ന കാലത്ത് ഒരു 50-60 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ആ കെട്ടിടം അവർ മാറണമെന്ന് മാറി. അതിനുശേഷം കുറച്ച് നാൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ നെൽപ്പടിഞ്ഞ ഭാഗത്ത് കൂടിയായിരുന്നു. ഇനിയിപ്പം കോവലിലുണ്ടെന്ന് പറയുന്നു. ചിറയുടെ സമീപത്ത് 19 സെൻറ്റ് 17 സെൻറ്റ് സ്ഥലം ഇതിനുവേണ്ടി എടുത്തിട്ടുണ്ട്. MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടിയായിട്ടില്ല. ഇവിടുത്തെ സാധാരണ കർഷകൻ്റെയും പിന്നെ മൃഗങ്ങളെ പരിപാലിക്കുന്ന എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇത്രയും ഈ സാധാരണ മറ്റ് ആ സമയത്ത് അനുവദിച്ച മൃഗാശുപത്രികളെല്ലാം ഇപ്പം പോളിക്ലിനിക്കുകളായി. ഇവിടെ ആ മൃഗാശുപത്രി ഡിസ്പെൻസറിയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അതിനൊരു ആസ്ഥാനം ഇതില്ല. എത്രയും ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞു, അത് മറുപടി ഇവിടെ പറഞ്ഞിട്ടില്ല. 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് 2023 പോയിട്ടുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പണി തുടങ്ങാത്തത്. ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടാണ് കിട്ടേണ്ടത്. മറുപടി പറയേണ്ടത് മൈക്കിൽ പറയാം. 2022-23 എനിക്ക് മൈക്ക് വേണമെന്നില്ല. പറഞ്ഞോ.
2022-23 50 ലക്ഷം രൂപ ഇതുപോലെ തന്നെ ഒരു പേപ്പർ പഞ്ചായത്തിന് വന്നത് 50 ലക്ഷം രൂപ എത്രയും വേഗം എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതാണ്. വെറ്റിനറി ആശുപത്രി സ്ഥാപിക്കാൻ വേണ്ടി ഈ പ്രസിഡന്റ് കാലത്തല്ല കേട്ടോ, ഞാനത് പറയുന്നതിന് പ്രത്യേക കാരണമുണ്ട്. ഈ പ്രസിഡന്റ് കാലത്തല്ല, മുൻ പ്രസിഡന്റ് ഭരിച്ചപ്പോഴേ. ഈ ഭരണമാറ്റം എങ്ങനെ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അതായത് അന്ന് ഇവിടെ ഇരുന്ന ഡോക്ടർ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു നമുക്ക് 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. അതായത് ഈ സാധാരണ പഞ്ചായത്തുകൾക്ക് 1 കോടി രൂപ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുവദിക്കാറില്ല, 50 ലക്ഷം രൂപ അനുവദിക്കാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അത് പരിശോധിച്ചാൽ മനസ്സിലാവും. വെറ്റിനറി ആശുപത്രി നിർമ്മിക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ അനുവദിക്കാവുള്ളൂ. ചൂണ്ടിക്കാണിച്ചതിന് ശേഷം കത്ത് ഭരണപക്ഷം ഭൂരിപക്ഷം UDF തീരുമാനിച്ച് അത് നല്ല നടപ്പിലാകുന്നത്. ഓക്കെ, ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാണിച്ചു. PWD മുഖാന്തരം എസ്റ്റിമേറ്റ് എടുക്കുന്നത്. PWD 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് അങ്ങോട്ട് വിട്ടു. ആ ഫണ്ട് കഴിഞ്ഞ മാർച്ച് മാസം അതും ലാപ്സായി. അതിനുശേഷം ഇപ്പം വീണ്ടും ഈ പ്രസിഡന്റ് വന്നതിന് ശേഷം 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അയച്ചിട്ടുണ്ട്. അതെന്തിനാ അയച്ചത്? അങ്ങനെയാണെങ്കിൽ അന്ന് 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പണി തുടങ്ങത്തില്ലായിരുന്നു അവിടെ. അതിനുശേഷം MLA ഫണ്ടോ MP ഫണ്ടോ ഉപയോഗിച്ച് വലിയ കെട്ടിടം ഈ ക്ഷീര കർഷകർക്ക് വേണ്ടി നെടുവത്ത് പണിയത്തില്ലായിരുന്നു. അപ്പൊ എന്ത് ആത്മാർത്ഥത ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു? കള്ളത്തരം പറഞ്ഞ് ആരെയും ശ്രമിക്കരുത്, കള്ളത്തരം പറഞ്ഞു പോകരുത്. പ്ലീസ് പ്ലീസ് പ്ലീസ്. അന്നത്തെ സാഹചര്യത്തിൽ 1 കോടി കിട്ടിയാൽ എല്ലാവരും 1 കോടി 50 ലക്ഷം 2 മുറി പണി ആരംഭിക്കാം. പ്ലീസ് പ്ലീസ്. നമ്മൾ ഈ ആയുർവേദ ഈ ഹോസ്പിറ്റലിന്റെ ഓക്കെ 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 വരാം. ഒരു മിനിറ്റ്. അടുത്ത ചോദ്യം ആരാണെന്നുള്ളത്? ചോദ്യം ആ ചോദ്യത്തിനോട് ആരോടാണ്? സാറിരിക്കും. ആരോടാണ്? പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ് ചോദിക്കുന്നത്. ഓക്കെ, ചോദിച്ചോ. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് ആ കസേരയിൽ ഇരിക്കുന്ന ആളിനോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ചോദിക്കാം. അല്ലാതെ വേറെ ആളിനോടല്ല. ഇത് അതായത് ആരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമല്ല. ഇവിടെ ടാർഗറ്റിംഗ് ഇല്ല. ഓക്കെ, പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞ 22 വർഷമായിട്ട് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. പല പ്രസിഡന്റുമാരും വന്നു പോയിട്ടുണ്ട്. ഇനി വരാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. നെടുങ്കുന്നം പഞ്ചായത്തിൽ ഏതാണ്ട് 780ഓളം വരുന്ന പട്ടികജാതി കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ എല്ലാ രംഗങ്ങളിലും വേണ്ടത്ര പാണ്ഡിത്യമുള്ള ആളുകളല്ല. അപ്പോൾ അവരുടെ ക്ഷേമ പ്രവർത്തനത്തിനും അവരുടെ അറിവിനും അവരുടെ സാങ്കേതികമായ സംവിധാനങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഒരു പദ്ധതി ആരംഭിച്ചു. അതിൻ്റെ പേര് പട്ടികജാതി ഇൻഫർമേഷൻ സെൻ്റർ എന്നാണ്. അങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചതിന് ശേഷം നാളിതുവരെയായിട്ടും അതുവഴി എത്ര പേർക്ക് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്? എത്ര പേരുടെ പ്രാഥമികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ആ ഇൻഫർമേഷൻ സെൻ്റർ ഉപയോഗിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? അതാണ് അല്ല, വീണ്ടും ഉണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഗവൺമെന്റിൽ നിന്ന്, അതായത് പ്ലാൻ ഫണ്ട് ഇനത്തിൽ എത്ര രൂപ ഈ പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട്? മറ്റിനങ്ങൾ പ്ലാൻ ഫണ്ട് അല്ലാതെ വേറെ ഇനങ്ങളിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട്. അത് എത്ര ഫണ്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്? അതെങ്ങനെയാണ് നിങ്ങൾ വിനിയോഗിച്ചത്? ഓക്കെ, അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. ആ ഒരു പട്ടികജാതി ഇൻഫർമേഷൻ സെന്റർ അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? പട്ടികജാതി ഇൻഫർമേഷൻ സെൻ്റർ എന്ന് പറഞ്ഞ് മുകളിലൊരു റൂമുണ്ട്. അവിടെ SC കോർഡിനേറ്ററും ഉണ്ട്. അത്യാവശ്യമായ വിവരങ്ങളെല്ലാം വാർഡ് തലത്തിൽ ലഭിക്കുന്നുമുണ്ട്. പിന്നെ പട്ടികജാതി വികസനത്തിന് വേണ്ടി നമ്മൾ എല്ലാ വർഷവും ഫണ്ട് മാറ്റി വയ്ക്കാറുണ്ട്. 100% ഫണ്ട് വിനിയോഗിക്കാറുണ്ട്. നമുക്ക് പുതിയതായിട്ട് ആ ഫണ്ടുകൾ കിട്ടുന്നുണ്ടോ? 100% വിനിയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഫണ്ടുകൾ ലഭിക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അതിനകത്ത് മറുപടി ഉണ്ടോ? പട്ടികജാതിക്കാർക്ക് കിട്ടുന്നില്ലെന്ന് പറയില്ല. ഗ്രാമസഭയിൽ ഗുണഭോക്തൃ ലിസ്റ്റ് വരുന്നുണ്ട്. ആ ഗ്രാമസഭ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കാതുണ്ട്. അതിനുശേഷം ഫ്രണ്ട് ഓഫീസിൽ തന്നെയാണ് ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ ഇംപ്ലിമെൻ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായ ആൾക്കാരെ വിളിച്ച് ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റും ചെയ്യുന്നുണ്ട്. പിന്നെ ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ലഭിക്കുന്നില്ല. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും, ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ വിദേശത്ത് ഈ കഴിഞ്ഞ വർഷം നമ്മൾ പുതിയതായിട്ട് വിദേശത്ത് പോകുന്നതിന് വേണ്ടി ധനസഹായം 1.25 ലക്ഷം രൂപ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്. വനിതകൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ആളില്ലാഞ്ഞിട്ട് നമ്മൾ വീണ്ടും അഡീഷണൽ ലിസ്റ്റ് എടുത്താണ് നമ്മൾ ഇതിനു വേണ്ടി ആളെ കണ്ടെത്തിയത്. ആളില്ലാതെ വരുന്ന സാഹചര്യത്തിൽ അഡീഷണൽ ലിസ്റ്റ് എടുത്ത് പോലും ഓൺ ഫണ്ടിൽ നിന്ന് കൊടുത്തെന്ന് പറഞ്ഞില്ലല്ലോ. പട്ടികജാതി ഫണ്ടിൽ നിന്നല്ല കൊടുക്കുന്നത്. എന്തോ ഓൺ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. ഓൺ ഫണ്ട് ജനറൽ ഫണ്ടിൽ നിന്നല്ലേ കൊടുക്കുന്നത് സാധാരണ. ഓക്കെ, ഞാൻ ചില്ലി കാശ് പോലും കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നില്ല.
ഓക്കെ 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 പറയാം. ഇനി ആരോ ഒറ്റ ചോദ്യം, ഒരാൾ കൂടെ സമയം തരാം. നമ്മുടെ സമയ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഒരാൾ കൂടെ സമയം. ആരോടാണ് അല്ല തരാം ആരോടാണ്? ഞാനിവിടെ പൊതുവായിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. അതനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. പക്ഷേ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിപരമായ കഴിവും യോഗ്യതയൊക്കെ നിർണയിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അവരെ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് എടുക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടതും രാഷ്ട്രീയത്തിന് അതീതമായി ആ ഗ്രാമത്തിൻ്റെ സമ്പൂർണമായ വികസന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കേട്ടത് ഇതുവരെ പരസ്പരം രാഷ്ട്രീയമായി വിഴുപ്പലക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ചോദ്യമാണ്. അതുകൊണ്ട് പ്ലീസ് സമയം അദ്ദേഹത്തിന്റെ സമയം പറയൂ. ഇവിടെ ഈ വസ്തുതകൾ നിലനിൽക്കുമ്പോൾ ദീർഘകാലമായി പഞ്ചായത്തുകൾ മാറി മാറി ഭരണം ഏറ്റെടുക്കുകയും ഭരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഈ ആളുകൾക്ക് ഈ ഗ്രാമത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ടോ? മുൻപത്തേതാണെങ്കിലും ഇപ്പോഴത്തേതാണെങ്കിലും പല പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നതൊഴിച്ചാൽ താങ്കൾ നിഷ്പക്ഷനായ ആളാണ്. നിഷ്പക്ഷമായിട്ടുള്ള ആളാണ്. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ. അതെ, ഒരു മിനിറ്റ്. അവിടെ ഒരു ചേച്ചി കുറച്ചു നേരം വേണ്ട. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ചേച്ചി സംസാരിക്കുക. ആരോടാണ്? ഞാൻ ആരോടുമല്ല, എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഞാൻ 2ാം വാർഡിന്റെ ഒരു വ്യക്തിയാണ്. ഞാൻ 87 മുതൽ ഇവിടെ സ്ഥിര താമസക്കാരത്തിയാണ്. ഞങ്ങളുടെ 2ാം വാർഡിന്റെ റോഡെന്ന് പറഞ്ഞാൽ ഇതുപോലെ ശോചനീയമായ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഓട്ടോക്കാർ വരത്തില്ലാത്ത ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഇപ്പം മാണികുളത്തുനിന്ന് അകത്തുള്ള റോഡ് നോക്ക്, ഹൈവേ പോലെ ആക്കിയിരിക്കുന്ന എല്ലാം. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് 2ാം വാർഡിന്റെ റോഡെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇരിക്കുന്ന UDF ഏത് ഭരണം വന്നാലും ഞങ്ങളെ 2ാം വാർഡെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് ഞാൻ ഈ മെമ്പർമാരെയൊക്കെ കാണുന്നത് പത്രം എടുക്കുമ്പോൾ രാവിലെ അവർ നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളുടെ 2ാം വാർഡിന്റെ മെമ്പറിനെ ഞങ്ങളുടെ വാർഡിലേക്ക് ഒന്ന് ഷീന മെമ്പർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഈ മഴ കാരണം നടന്നു പോലും മേലാത്ത സാഹചര്യമാണ്. ഒരാൾ കൂടി ഉള്ളൂ കേട്ടോ. ഒരു മിനിറ്റ്, ഇതിന് മറുപടിയാണോ? പ്ലീസ്, നിങ്ങളുടെ പ്രശ്നം 2ാം വാർഡിന് റോഡിന്റെ പ്രശ്നം പരിഹരിക്കണം. പ്രസിഡന്റ് പ്ലീസ് 2ാം വാർഡിലെ റോഡിന്റെ പ്രശ്നങ്ങൾ ഉള്ള പരിഹാരം. അടുത്തത്. ഹലോ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നൂറ്റാണ്ട് കാലം UDFന്റെ തുടർഭരണം ഉണ്ടായ ഒരു പഞ്ചായത്തിൻ്റെ വികസന പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നൂറ്റാണ്ട് കാലം തുടർച്ചയായിട്ട് ഭരണം കിട്ടിയതിൻ്റെ യാതൊരു മെച്ചവും ഈ പഞ്ചായത്തിൽ ഇല്ല എന്ന് നമുക്ക് നിഷ്പക്ഷമായിട്ട് തന്നെ വിലയിരുത്താം. കാരണം ഒരു പഞ്ചായത്തിൻ്റെ പരിമിതമായ വിഭവങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം ആ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഒരിക്കലും സാധ്യമല്ല. വികസനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചായത്ത് ചെയ്യേണ്ടത് വിവിധ സോഴ്സുകളിൽ നിന്നും കിട്ടേണ്ട ഫണ്ടുകളെ സമാഹരിക്കാൻ രാഷ്ട്രീയ ഭേദമന്യുള്ള ഇടപെടൽ നടത്തണം. ഞാൻ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയ മെമ്പറാണ്. എനിക്ക് MLA തന്നെ 42 ലക്ഷം രൂപ എൻ്റെ വാർഡിലേക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്തരം ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ 37 ലക്ഷം രൂപ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 27 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 58 ലക്ഷം രൂപ എൻ്റെ വാർഡിൽ അനുവദിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കിട്ടുന്നുണ്ട്. 2 ലക്ഷം രൂപയുടെ മറ്റ് ഫണ്ട് എനിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് അത്തരമൊരു വികസന പരിപ്രേക്ഷ കൊണ്ടുവന്നുകൊണ്ടാണ്. അത് പഞ്ചായത്ത് മൊത്തം കൊണ്ടുവരുന്നതിന് ഇവിടുത്തെ UDF ഭരണസമിതി പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഓക്കെ, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടൊക്കെ ലഭിക്കുന്നുണ്ട്. പ്ലീസ് ഒരാൾ കൂടെ ഉള്ള സാധ്യത. ഓക്കെ, നമ്മുടെ സമയപരിമിതി ഒന്ന് പരിഗണിക്കുക പ്ലീസ്. ചോദിക്കാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കുക. ഇവിടെ നമ്മുടെ ഈ നെടുകുന്നത്ത് ഒരു മൃഗാശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി 6 മാസം കൂടുമ്പോൾ ഒരിടത്തു നിന്ന് മറ്റിടത്തോട്ട് മാറി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മൃഗം പോലും നടന്ന് പറ്റത്തില്ലാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ആശുപത്രികൾ മിക്കവാറും വാടകയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ഇതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് പഞ്ചായത്തിന് എന്തുമാത്രം മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതൊരു ചോദ്യമാണ്. തീർന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി വാഹനം അനുവദിച്ചു കൊടുക്കാം എന്ന് അറിയിപ്പ് കിട്ടിയിട്ടും ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഈ പദ്ധതി ഇവിടെ ലാപ്സാക്കി കളയുകയാണ് ചെയ്തത്. ആ പദ്ധതി കറുകച്ചാൽ പഞ്ചായത്തിൽ അനുവദിച്ചുകൊണ്ട് അവിടെ
ആംബുലൻസ് മേടിക്കുന്ന ഒരു വികസനകാര്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കറുകച്ചാൽ പഞ്ചായത്ത് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ നെടുങ്കുന്നം പഞ്ചായത്തിന് അത് ഏറ്റെടുത്ത് നടത്തുവാൻ സാധിക്കാഞ്ഞത്? അതുപോലെ തന്നെ ഫണ്ടിൽ നിന്ന് എത്ര ഫണ്ട് കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടെ പഞ്ചായത്ത് പ്രസിഡന്റിലൂടെ. പ്രസിഡന്റ് രണ്ട് കാര്യങ്ങൾ, ഒന്ന് മൃഗാശുപത്രി പലപ്പോഴായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുകയാണ്. PWD എസ്റ്റിമേറ്റ് എടുത്തു പോയിരിക്കുകയാണ്. പഞ്ചായത്തിലോട്ട് 50 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല. PWD ആണ്, ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഫണ്ട് ഉപയോഗിച്ച് പണിയേണ്ടത്. കുടുംബശ്രീക്ക് നമുക്ക് ഓൾറെഡി ഇവിടെ വാഹനമുണ്ട്. ഹരിതകർമ്മസേനയുടെ ഉപയോഗത്തിനുള്ള വാഹനം നമുക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് വാഹനം ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണലായിട്ടൊരു വാഹനത്തിൻ്റെ ആവശ്യം കൂടെ ഗ്രാമപഞ്ചായത്തിൽ ഇല്ലാഞ്ഞുകൊണ്ട് അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് നമ്മൾ പറഞ്ഞതാണ് ആ പൈസ ഏതെങ്കിലും തരത്തിൽ ചെറിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പൈസ അനുവദിച്ച് തരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തു. വാഹനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ആരോടാണ്? അല്ല, ഞാൻ പൊതുവായിട്ടാണ് പറയുന്നത്. ഞാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയായിട്ട് അല്ല നിൽക്കുന്നത്. ഞാൻ രാഷ്ട്രീയ പാർട്ടി അംഗമാണെങ്കിൽ പോലും ഇവിടെ ഞാൻ വ്യാപാരി വ്യവസായ ഏകോപനസമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയാണ്. എന്താണ് പറയാനുള്ളത്? ചോദിക്കാനുള്ളത്, ഞങ്ങളുടെ പല ആവശ്യങ്ങളും പഞ്ചായത്ത് ഭരണസമിതി സാധിച്ചു തന്നിട്ടുണ്ട്. അത് ഇടതുപക്ഷമുണ്ട്, LDF ഉണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്. നമ്മൾ ആവശ്യപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിരുന്നു വഴിയോര കച്ചവടം നിരോധിക്കുക എന്നുള്ളത്, അത് നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് സഹിക്കാൻ വയ്യാത്ത തെരുവുനായ ശല്യമാണ്. ആരെങ്കിലും വളരെ പട്ടി കടിച്ച് നാശമായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കുകയല്ല. പേവിഷബാധയാണ്, റാബീസാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ നിയന്ത്രിക്കാൻ ഈ ഭരണസമിതി, അത് LDF, UDF, BJP ആയിക്കോട്ടെ, നിങ്ങൾ ഒത്തൊരുമിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഒന്ന്. രണ്ടാമത്, നെടുങ്കുന്നം കാവലിലെ ഹൈമാസ്ക് 3 മാസം വർക്ക് ചെയ്യും, 6 മാസം പോവും. അത് വീണ്ടും ആരെങ്കിലും കയ്യാക്കാലെ പിടിച്ച് എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഹൈമാസ്ക് ലൈറ്റ് മൂടോടെ പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അതിൻ്റെ ലൈറ്റ് ബൾബ് മാറാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റ് നെടുങ്കുന്നം കവല, അതായത് എളപ്പങ്കിലെ ബിൽഡിംഗ് മുതൽ പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് അവിടെ വരെ നമുക്ക് കവലകൾ, നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്തിന് അതിന് പേപ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വ്യാപാരി വ്യവസായി അവരോട് സഹകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ബൾബ് മാറുന്ന കാര്യങ്ങൾ വ്യാപാരി വ്യവസായി ചെയ്തോളാം. അങ്ങനെ പക്ഷേ നമുക്ക് മാറാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റുകളായിരിക്കും. അങ്ങനെ ചെയ്തു തരാൻ സാധിക്കുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് തെരുവുനായുടെ വിഷയമുണ്ട്, ഹൈമാസ് ലൈറ്റ് ഈ പഞ്ചായത്ത് സമിതി ഇതുവരെ ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. LDF, UDF, BJP അവർക്ക് വ്യാപാരി വ്യവസായിയുടെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ. ഹൈമാസ് ലൈറ്റിന്റെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അതിന്റെ ബൾബ് മാറിയത്. ഇനി 2 മാസം കൂടെ ഉള്ളൂ തെരഞ്ഞെടുപ്പ് വരാൻ. അല്ല, ഹൈമാസ് ലൈറ്റ് കത്തുന്നില്ല ഇപ്പം. കത്തുന്നുണ്ടോ? 3 ബൾബ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക്, ഈ ഒരു ക്വസ്റ്റിനോടുകൂടി ഈ സെക്ഷനോട് അവസാനിപ്പിക്കുകയാണ്. പ്ലീസ് സഹകരിക്കാം. പ്ലീസ് ചോദിക്കാം. ദൃശ്യ 2025 പോരാട്ടം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എനിക്കൊരു റിക്വസ്റ്റ് നിങ്ങളോട് മാത്രം പറയാൻ ആദ്യമുള്ളത്. ദൃശ്യം 25 തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിങ്ങളിങ്ങനെ ഒരു പോരാട്ടം നടത്തുമ്പോൾ ത്രിതല പഞ്ചായത്തിലെ ഇതുപോലെ പ്രവർത്തനങ്ങൾ 1 വർഷമോ 2 വർഷത്തിൽ കൂടുതലായിട്ട് ഇങ്ങനൊരു പോരാട്ടം നടത്തിയിരുന്നെങ്കിൽ ഇവിടെ ഈ ആക്ഷേപങ്ങൾക്കുള്ള അതിന് പകുതിയാവുമെന്നുള്ളത് ബഹുമാന്യനായ പറയുന്നു. 2, എന്നെ സംബന്ധിച്ചോളം പ്രത്യേക രാഷ്ട്രീയമുള്ള ആളാണ്. പക്ഷെങ്കിൽ ഞാൻ ആശയം വെച്ച് ഇവിടുത്തെ ആൾക്കാരോട് ഒന്നും ഞാൻ പറയാറുമില്ല, നോക്കിക്കാണാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കർഷകരുടെ കാര്യം പറഞ്ഞു. നെടുങ്കുന്നം പഞ്ചായത്ത് കർഷകരുടെ ഒരു മേഖലയാണ്. ഇവിടെ നമുക്കറിയാം കാടുകൾ പിടിച്ച് കൂടുതൽ കിടക്കുക. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും പ്രസിഡന്റിനോടാണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും പല വികസന പ്രവർത്തനങ്ങളും നടത്തുന്ന കാണുമ്പോൾ ഈ പ്രതിപക്ഷമാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ കൊള്ളാം ചെയ്യുന്നതെന്ന് പറയും, പ്രസിഡന്റിനോടും പറയും, എല്ലാം പറയും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കിവിടെ ഗവൺമെൻറ് തരുന്ന പൈസ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നെടുങ്കുന്നം പഞ്ചായത്തിൻ്റെ വികസനം, അതായത് നമ്മുടെ നിന്നൊക്കെ വാങ്ങിക്കുന്ന കരമടയ്ക്കുന്ന പൈസയും മറ്റുള്ള പൈസയുടെ ഒരു ഫണ്ടുണ്ട്. പലപ്പോഴും ഇവിടെ കട്ടിലുകൾ വിതരണം ചെയ്യുമ്പോഴും മറ്റുള്ള മേഖലകളിലൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾ വെറുതെ പോയി ചോദിക്കും, ഞങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കും. അപ്പം പറയും ആ ഫണ്ട് നമുക്ക് ഇന്നതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാർഷിക മേഖലയിലാണെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കിഴങ്ങുവർഗ്ഗങ്ങളും അതിനൊരു ഫണ്ട് അനുവദിച്ചത് ഈ ബഡ്ജറ്റ് ഉണ്ടാകുമ്പോൾ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒന്നാണ്. എല്ലാ വാർഡിലേക്കും കൃത്യമായ പൈസകൾ ചെലവഴിക്കുന്നതിന് ഒരു വ്യത്യാസവും ഇല്ല. അത് നമ്മുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും പറഞ്ഞു, അതിനെല്ലാവരും ഒറ്റയടിക്ക് കയ്യടിയാണ്. അതിന് നല്ലേ, നമ്മൾ പൊതുജനങ്ങളല്ലേ, നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ഞാൻ പറയാറുണ്ട്, നമ്മളെ നെടുങ്കുന്ന മേഖലകൾ മാലിന്യമായി കിടക്കുന്നു, നമുക്കെല്ലാവർക്കും കൂടെ ശുചീകരണ പ്രവർത്തനം നടത്തണം. അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും നമ്മൾ പറഞ്ഞു. എല്ലാം ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഈ വികസനമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫണ്ട്, നമ്മളിപ്പം കറുകച്ചാൽ പഞ്ചായത്ത് എടുക്കുന്നു. ഞാൻ ഈ കോട്ടയം ജില്ലയിലെ പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി മേഖലയിൽ എല്ലാ പഞ്ചായത്തിലും കയറി ഇറങ്ങാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ അനുവദിക്കപ്പെടുന്ന ഫണ്ടുകൾ നമുക്കറിയാം, ഭരണപക്ഷം ഭരിക്കുമ്പോൾ ആ ഭരണ ഒരു കർത്താക്കളോട് അനുഭാവമുള്ളവർക്ക് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കും. പക്ഷേ അത് മനസ്സിലാക്കി നെടുങ്കുന്നം പഞ്ചായത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുമ്പോൾ ഫണ്ടിൻ്റെ അനിവാര്യം ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമാണ്.
ഇപ്പം കാർഷിക മേഖല പറയുന്നു, മൃഗങ്ങളെ കൊല്ലാൻ പറയുന്നു. ഞാൻ ദേ കുറച്ച് കപ്പയെടുത്ത് വാഴ വെച്ചു. ഇവിടെ കൃഷിക്കാരുണ്ട്, ഇവിടെ ഇരിക്കുന്ന കൃഷിക്കാരുണ്ട്. പന്നിയുടെ ശല്യം കാണാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തേനീച്ച വളർത്തൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. പഞ്ചായത്തിൻ്റെ ഒരു മഹത്തായ പദ്ധതിയാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച ആളാണ്. ഞങ്ങളൊക്കെ ഈച്ചയുടെ കുത്തുകൊണ്ടതാ. അതൊക്കെ വികസനമല്ലെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അപാകതകളുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പരിമിതികളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഒത്തൊരുമിച്ച് നമ്മുടെ നെടുങ്കുന്നത്തിൻ്റെ വികസനമാണ് വേണ്ടത്. നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടവരാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടാകും. നെടുങ്കുന്നം പഞ്ചായത്ത് ഇതിന് മുമ്പിരുന്നവരും ഇപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇത് പറഞ്ഞപ്പോഴും ഈ പറഞ്ഞ ലെവലിലൊക്കെ ഭരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഫണ്ടിൻ്റെ ജനങ്ങളുടെ അടുക്കൽ നിന്ന് എടുക്കുന്ന ഫണ്ടിൻ്റെ ഒരു ആസ്തി അനുസരിച്ചുള്ള പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതാപരമാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇവിടെ പോവുകയാണ്. നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അടുത്ത ഒരു 5 വർഷം ഭരണം ലഭിച്ചാൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ LDF പ്രതിനിധിയോടാണ്. നിങ്ങളാണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ അടുത്ത 5 വർഷം എന്തൊക്കെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് PHC കെട്ടിടം ഉൾപ്പെടെ പ്രാഥമിക ആരോഗ്യ രംഗത്ത്, കാരണം നെടുങ്കുന്നത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്തുള്ള ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന നെടുങ്കുന്നം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. ആരോഗ്യ മേഖലയിൽ സമഗ്രമായ ഒരു വികസനത്തിന് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽ ഊന്നൽ നൽകും. അതുപോലെ തന്നെ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നെടുങ്കുന്നത്തിൻ്റെ ഒരു വലിയ സ്വത്താണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ 1ാം സ്ഥാനം നേടാവുന്ന ഒരു വലിയ ജലസംഭരണ ശേഷിയുള്ള സംവിധാനമാണ് ഈ കൊഴുങ്ങാലൂർ ചിറ എന്ന് പറയുന്നത്. കൊഴുങ്ങാലൂർ ചിറയെ ആരും അതിശയിപ്പിക്കത്തക്ക രീതിയിൽ, അതായത് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ കാഴ്ചപ്പാടോടുകൂടി ഈ പ്രവർത്തനം നടക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, ഇന്ന് നെടുങ്കുന്ന ഒരു വിദ്യാഭ്യാസ ഹബ്ബാണെന്ന് വേണമെങ്കിൽ പറയും. ഇത്രയും സ്കൂളുകളുള്ള ഒരു മേഖല, വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും സ്കൂളുകളുള്ള, ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മറ്റൊരു പഞ്ചായത്തുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ നല്ല നിലയിൽ കേരളത്തിലെ 1ാം നമ്പർ വിദ്യാഭ്യാസ മേഖലയായി നെടുങ്കുന്നം ഈ ചെറിയ ഗ്രാമപഞ്ചായത്തിനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. പിന്നെ ഗ്രാമീണ റോഡുകളും, അത്യന്താപേക്ഷിതമായ ഗ്രാമീണ റോഡുകളെ, കുടിവെള്ള പദ്ധതികൾ, ഏതാണ്ട് ജലനിധിയുടെ 26ഓളം കുടിവെള്ള പദ്ധതികൾ ഇവിടെ നിലനിൽക്കുന്ന പഞ്ചായത്താണ്. എന്നാൽ ഏതാണ്ട് ഇപ്പം 10 കുടിവെള്ള പദ്ധതികൾ മാത്രമേ ഇപ്പം പ്രായോഗികമായി നടക്കുന്നുള്ളൂ. ആ കുടിവെള്ള പദ്ധതികൾക്ക് കുറച്ച് ഫണ്ട് നൽകുകയാണെങ്കിൽ അവയെ പുനരുദ്ധരിപ്പിച്ചുകൊണ്ട് നെടുങ്കുന്നത്തിൻ്റെ കുടിവെള്ള ക്ഷാമം മാറ്റുന്നതിന് സാധിക്കും. അതുപോലെ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പ്രവർത്തനങ്ങൾ സുതാര്യമായി നടപ്പിലാക്കുവാൻ, അതുപോലെ തന്നെ ഗുണഭോക്തൃ ലിസ്റ്റുകളൊക്കെ സുതാര്യമായി നടപ്പിലാക്കുവാനും, സ്വജനപക്ഷപാതമില്ലാതെ എല്ലാവർക്കും വികസനം എന്ന കാഴ്ചപ്പാടോടുകൂടി നാടിൻ്റെ പൊതുവികസനത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടി നീങ്ങാൻ നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് LDFന് ഭരണം കിട്ടുകയാണെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഓക്കെ, തീർച്ചയായിട്ടും BJPയിലേക്ക് വരികയാണെങ്കിൽ BJP ഒരു ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ മുന്നേറ്റം നടത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ ഭാരതീയ ജനതാ പാർട്ടി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനപരമായ പദ്ധതികളുണ്ട്. നമ്മൾ ജനജീവിതത്തെ എല്ലാം സ്പർശിക്കുന്ന എല്ലാ പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ സംസ്ഥാന വിഹിതമുണ്ട്. ഒരുപക്ഷേലാണെങ്കിൽ ഈ വ്യക്തിഗത അവരുടെ പാർട്ടിസിപ്പേഷനുമുണ്ട്. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ന്യായമായിട്ടും, പ്രത്യേകിച്ച് ഇവിടെ ഈ സംസ്ഥാനത്തിൻ്റേതോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റേതോ പ്രത്യേക പദ്ധതികളുടെ ആവശ്യമില്ല. എല്ലാ പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. രാവിലെ അടുപ്പിൽ തീ കത്തിക്കുന്നത് മുതൽ എല്ലാ പദ്ധതികളും, ഭവന പദ്ധതി, സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ട്, ശൗചാലയ പദ്ധതി, 70 വയസ്സുള്ളവർക്ക് പിന്നെ സൗജന്യ ചികിത്സ ഇതുവരെ കേരളത്തിൽ നടപ്പിലാക്കാത്ത. ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളാണ് ഭാരതം കാണിക്കുന്നത്. പറയൂ, BJP നിലപാട് പറയും. പ്രസംഗിക്കുക, ഭാരതം കാണിക്കുകയും ചെയ്യുക. അത് വേണ്ട. പറയാം. അതുപോലെ തന്നെ PM ശ്രീ ഇപ്പം ഇവിടെ കേരളത്തിൽ ഇപ്പം ഉടനെ നടപ്പാക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ അതനുസരിച്ചാണ് കേരളം നെടുങ്കുന്നം പഞ്ചായത്ത് വിദ്യാഭ്യാസ ഹബ്ബാന്ന് പറഞ്ഞു. ഇവിടെ ഹബ്ബാക്കണമെന്നുണ്ടെങ്കിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ മതി. ഈ വക പദ്ധതികളെല്ലാം ഞങ്ങളിവിടെ നടപ്പാക്കും, ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ. ഇതെല്ലാം ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ അടിസ്ഥാന പദ്ധതികളുണ്ട്, നവീകരിച്ചാൽ മാത്രമാണ്. ഓക്കെ, പ്രസിഡന്റിലേക്ക് വരികയാണ്. വീണ്ടും ഒരു തുടർ ഭരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പം തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയുണ്ട്, ആരോഗ്യ മേഖല. നമ്മൾ PHC കെട്ടിടത്തിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട്
കെട്ടിടം പൊളിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ അനുമതിക്ക് വേണ്ടി അതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അടിയന്തരമായിട്ട് ഗവൺമെൻറ് സമർപ്പിച്ച് കെട്ടിടം പൊളിച്ച് അടിയന്തരമായിട്ട് തന്നെ PHSC പുതിയ കെട്ടിടം പണിയുന്നതിനുള്ള നടപടി ഉണ്ടാകും. അപ്പോൾ ആരോഗ്യ മേഖലയിലൊരു പുതിയ ഉണർവുണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനമുണ്ട്. പിന്നെ നമുക്കറിയാം വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ കാര്യമാണെങ്കിൽ വെറ്റിനറി ഹോസ്പിറ്റൽ അഥവാ ഡിപ്പാർട്ട്മെൻറ്റിന് ഫണ്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞ അടുത്ത 5 വർഷം കൊണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ അത് പണിയുന്നതിനുള്ള ഒരു ക്രമീകരണം നമ്മളുണ്ട്. നമുക്ക് സ്ഥലം ഓൾറെഡി കിടപ്പുണ്ട്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ വെറ്റിനറി ഹോസ്പിറ്റൽ പണിയുന്നതിനുള്ള നടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ കൊഴുങ്ങാലൂർ ചിറയുടെ കാര്യം നമ്മൾ ഇപ്പം കൊഴുങ്ങാലൂർ ചിറയുടെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 40 ലക്ഷം രൂപ മുടക്കി അതിൻ്റെ ഇൻ്റർലോക്ക് ഇട്ടു, അതിൻ്റെ ടൈല് പാകി ഇരിപ്പിടം ഉണ്ടാക്കി ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഒരു 35,000-40,000 രൂപ മുടക്കിയാണ് മുഴുവൻ ക്ലീൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് അടുത്ത ഫണ്ട് ലഭിക്കുകയാണ്. ഒരു ടൂറിസം മേഖലയായിട്ട് തന്നെ കൊഴുങ്ങാലൂർ ചിറയെ മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടാകും. ക്രിയാത്മകമായിട്ട് എന്ത് പ്രവർത്തനങ്ങളായിരിക്കാം മുൻഗണന കൊടുക്കുന്നത്? ഇതുവരെയും ചെയ്യാത്തത് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് പ്രവർത്തനങ്ങൾക്കായിരിക്കും? റോഡുമായി ബന്ധപ്പെട്ടാവാം, കുടിവെള്ള പദ്ധതിയുമൊക്കെയായി ബന്ധപ്പെട്ടാവാം. കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് 26 കുടിവെള്ള പദ്ധതി ജലനിധിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേങ്കിൽ പല വാർഡുകളിലും അത് പ്രവർത്തിക്കുന്നില്ല. അത് പ്രവർത്തിക്കാത്തത് നമ്മൾ ഗുണഭോക്തൃ സമിതി ഈ ജലനിധി പദ്ധതി ഏൽപ്പിച്ചതാണ്. ഗുണഭോക്തൃ സമിതിയുടെ ഉത്തരവാദിത്വ കുറവ് കൊണ്ടോ അവിടുത്തെ ചില പ്രശ്നങ്ങൾ കാരണമാണ് ആ പദ്ധതികൾ പ്രവർത്തിക്കാത്തത്. നമുക്കത് ഏകദേശം ജലനിധിയുടെ ഒരു 53 ലക്ഷം രൂപയോളം ജലനിധിയുടെ ഫണ്ട് ഓൾറെഡി കിടപ്പുണ്ട്. ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തിക്കാതിരിക്കുന്ന കുടിവെള്ള പദ്ധതി പ്രവർത്തനക്ഷമമാക്കുന്നതിനും അതുപോലെ ഇപ്പം തന്നെ 13 കുടിവെള്ള പദ്ധതികൾ നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതികൾ തന്നെയുണ്ട്. ജലനിധി കൂടാതെ തന്നെ 13 കുടിവെള്ള പദ്ധതികളുണ്ട്. അപ്പോൾ കുടിവെള്ള പദ്ധതിയുടെ ഏകദേശം നമ്മൾ പരിഹരിച്ചിരിക്കുകയാണ്. എങ്കിലും ഈ ജലനിധി ഫ്ലോപ്പായി കിടക്കുന്ന ജലനിധിയുടെ പദ്ധതികളെ ഒന്നുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. ഇതൊക്കെയാണ് നിങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക സംവാദ പരിപാടിയുടെ നെടുങ്കുന്നം പഞ്ചായത്തിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവിടെ പങ്കെടുത്ത ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.